ഞങ്ങളുടെ നാട്ടിലൊക്കെ എമ്പാടുമുണ്ട്. എത്ര നന്മ ചെയ്തു കൊടുത്താലും അവസാനം ഈ ഭർത്താവ് ഗൾഫിലുള്ള കാലത്ത് എത്ര കാശ് അയച്ചു കൊടുത്തിരുന്നത്. ആ പാവപ്പെട്ട മനുഷ്യൻ അവിടുന്ന് ജോലിയില്ലാതെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് രോഗത്തിൽ പിടിപെട്ടുകൊണ്ട് നാട്ടിലേക്ക് വന്നു. 2 മാസമായപ്പോഴേക്കും പെണ്ണിന്റെ സ്വഭാവമൊക്കെ പോയി, ശൈലിയൊക്കെ പോയി. എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊരു സാരി വേണം, എനിക്ക് നല്ലൊരു പർദ്ദ വേണം, അല്ലെങ്കിൽ എന്റെ കുട്ടികൾക്ക് എനിക്ക് നല്ല ചെയിന് വേണം. കുറെ ആയി. അഥവാ ഈ സാധു മനുഷ്യന് ഒരു 2 മാസം കഴിഞ്ഞിട്ട് എടുക്കാന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. ചെറിയ പെരുന്നാളിന് നല്ല വസ്ത്രം, വിലപിടിപ്പുള്ള വസ്ത്രം കൊടുത്തു. വലിയ പെരുന്നാളിനും നല്ല വിലപിടിപ്പുള്ള വസ്ത്രം എടുത്തു കൊടുത്തു. റബീഉൽ അവ്വൽ വന്നപ്പോ ഭർത്താവ് പറയാ, കുറച്ച് കടണ്ട്, എനിക്ക് സുഖമില്ലാത്ത കൊണ്ട് ഗൾഫിലൊന്നും പോകാൻ കഴിഞ്ഞിട്ടില്ല, ഇവിടെ അത് ജോലിക്കൊന്നും പോകാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്ക് റബീഉൽ അവ്വലിനുള്ളത് 2-3 മാസം കഴിഞ്ഞിട്ട് എടുക്കാം. കഴിഞ്ഞ 2 ജോഡി വസ്ത്രം എപ്പോഴും ഉണ്ടല്ല. അപ്പോ എന്റെ ചെറുപ്പക്കാരെ, പെണ്ണ് കാണൊരു മുഖം കറുപ്പിക്കല്. ഞങ്ങളുടെ നാട്ടിലൊക്കെ റബ്ബർ ബന്ധ വാലിട്ട പോലെ വല്ലാത്തൊരു കറുപ്പിക്കല്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ പറയും, എനിക്ക് ആരുമില്ല, എന്റെ മക്കള് യതീമക്കളാ, എന്റെ മക്കളെ നോക്കാൻ ആരാ ഉള്ളത്, എന്റെ മക്കളെ നോക്കാൻ ആരെങ്കിലും ഉണ്ടോ? റബീഉൽ അവ്വൽ വന്നിട്ട് എന്റെ കുട്ടികൾക്ക് ഒരു തുണിന്റെ കഷ്ണം എടുത്തു കൊടുക്ക, ഒരു ഷർട്ട് വാങ്ങിക്കൊടുക്ക, ആരാ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് ഒരു കള്ളക്കരച്ചിൽ അങ്ങ് കരയും. മോളെ അരുത്. ഭർത്താക്കന്മാർ എത്ര എടുത്തു തന്നാലും അവസാനം ഭർത്താക്കന്മാരോട് നന്ദികേട് കാണിക്കുന്നവളാണ്, നന്ദിയില്ലാത്ത വാക്കുകൾ പറയുന്നവളാണ്. അതുകൊണ്ട് സ്വതക്ക ചെയ്തിട്ട് ആഖിറം സമ്പാദിക്കുവന്നേ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, 25 കൊല്ലം പൊന്നുപോലെ നോക്കിയ ഭർത്താവ് ഒരു ദിവസമെങ്ങാനും അവൾ ചോദിച്ചത് കൊടുത്തില്ലെങ്കിൽ ഇത് ഉണ്ടോ നാട്ടുകാരെ എന്ന്. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ടോ എന്ന് വിലയിരുത്തിക്കോളും. നമ്മുടെ നാട്ടിലെ സ്ത്രീകളിൽ അത് കാണുമോ? ഒരു നന്മകൾ ചെയ്തിട്ടില്ല എന്ന് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകും. അത്രയും നന്ദി കെട്ട വർഗമാണ് ഒരുപാട് സ്ത്രീകളിൽ കാണാൻ കഴിയുന്നത്. എല്ലാ സ്ത്രീകളല്ല, നല്ല സ്വാലിഹത്തായ പെൺകുട്ടികളുണ്ട്. അൽഹംദുലില്ലാഹ്. ഒന്നും വേണ്ട, ഉള്ളത് കൊണ്ട് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചെറിയ പെരുന്നാളിന് എടുത്തു തന്ന ആ പർദ്ദപ്പുണ്ട്, അത് ഞാൻ വലിയ പെരുന്നാൾ കിട്ടുകയല്ല. നിങ്ങൾക്ക് കടല്ലേ, ആ കടക്കെ വീടിയിട്ട് നിങ്ങൾക്ക് കടല്ലാത്ത സമയത്ത് അള്ളാഹു നിങ്ങളുടെ കയ്യില് പൈസ തന്ന അന്ന് നിങ്ങൾ എനിക്കൊരു പർദ്ദ വാങ്ങി തന്നാളി, അന്ന് എനിക്കൊരു മാല വാങ്ങി തന്നാളി. ഇപ്പോ ആ മാലക്ക് എന്റെ കയ്യിലൊക്കെ അടുത്തുള്ളതൊക്കെ അതെല്ലാം വിറ്റിട്ടല്ലേ നമ്മളെ മോളെ കെട്ടിച്ചു വിട്ടത്. ഒരു വിഷമം എനിക്കില്ല, എന്റെ കഴുത്തിലൊന്നുമില്ല, എന്റെ ചെവിയിലൊന്നും കാണാനില്ല, കഴുത്തിലൊന്നും കാണാനില്ല, എന്റെ കയ്യിലൊരു വളയില്ല, ഒന്നുമില്ല. നമ്മുടെ മക്കളെ കെട്ടിക്കാൻ ഇതൊക്കെ വിറ്റു, എന്നിട്ടും മക്കളെ 2 പെൺകുട്ടികളെ കെട്ടിച്ചു. ഇപ്പൊ എന്റെ കയ്യിലൊരു വളയോ എന്റെ കഴുത്തിലൊരു ചെയിനോ മാലയോ ഒന്നുമില്ല, എനിക്ക് വിഷമമില്ല. യാ സൗജി, ഭർത്താവിന്റെ ചുണ്ടത്ത് ചുംബിച്ചുകൊണ്ട് സ്വാലിഹത്തായ പെണ്ണതാ പറയുന്നു, ഭർത്താവേ, വല്ലപ്പോഴും കടമൊക്കെ തീർന്നിട്ട് അള്ളാഹു നിങ്ങളുടെ കയ്യിൽ വല്ലതും നൽകിയാൽ അന്ന് എനിക്കൊരു മാല വാങ്ങിത്തരണം, അന്ന് എനിക്കൊരു വള നിങ്ങൾ വാങ്ങിത്തരണം. എന്തൊരു സന്തോഷമാണ്, എന്തൊരു ബറക്കത്താണ്, എന്തൊരു റാഹത്തുള്ള കാര്യമാണ്. ഇരിക്കട്ടെ, ഞാനിവിടെ പറയുന്നത് സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ നബി തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, നബിയേ, എന്റെ ഭർത്താവിന്റെ അരികിൽ 3 മോശപ്പെട്ട കാര്യമുണ്ട്. ഒരു പെണ്ണതാ വന്നുകൊണ്ട് പറയുകയാണ്, ഹബീബായ നബി തങ്ങളുടെ ചാരത്ത് വന്നുകൊണ്ട്, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, നബിയേ, എന്റെ ഭർത്താവ് നിസ്കരിക്കുമ്പോൾ, ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് എന്നെ നല്ലവണ്ണം അടിക്കുന്നു തങ്ങളെ. ഞാൻ നിസ്കരിക്കുമ്പോ സുന്നത്ത് നിസ്കരിക്കാൻ എന്നെ ഭർത്താവ് അനുവദിക്കുന്നില്ല. ഞാനൊരു നല്ല അമൽ ചെയ്യാൻ അല്പമൊന്ന് നിസ്കരിക്കാൻ ഒരുങ്ങിയാൽ എന്റെ ഭർത്താവ് എന്നെ അടിക്കുന്നു. ഇനി ഫർള് നിസ്കരിക്കുന്നുവെങ്കിൽ തന്നെയും എന്നെ വന്നുകൊണ്ട് അടിക്കുന്നു നബിയേ. നിസ്കരിക്കാൻ ഭർത്താവ് വിടുന്നില്ല തങ്ങളെ. ഒന്നാമതായി പറയുന്നു. രണ്ടാമതായി പറയുന്നത്, ഞാൻ വല്ല ദിവസം നോമ്പ് പിടിച്ചാൽ അത് മുറിപ്പിക്കുന്നതാണ്. സുഫിയാൻ തങ്ങളുടെ ഭാര്യ വന്ന് നബി തങ്ങളോട് വേവലാതി പറയുകയാണ്, ഭർത്താവിനെ കുറിച്ച് കുറ്റം പറയുകയാണ്.
ഞാൻ നോമ്പ് പിടിച്ചാൽ ഭർത്താവ് എന്റെ നോമ്പ് മുറിച്ചു കളയും. അത് മുറിപ്പിക്കുന്നതാണ്. ആ മനുഷ്യൻ സുബ്ഹിയൊക്കെ നിസ്കരിക്കും, പക്ഷേ ബാങ്ക് വിളിച്ചാൽ എഴുന്നേൽക്കൂല നബിയേ. എല്ലാ ആളുകളും ബാങ്ക് വിളി കേട്ടാൽ നേരത്തെ തന്നെ എഴുന്നേറ്റുകൊണ്ട് പുറപ്പെടുന്നു നിസ്കരിക്കാൻ. എന്റെ ഭർത്താവ് പെട്ടെന്ന് എഴുന്നേൽക്കുന്നില്ല. ഖളാ ആകുന്നതിന് മുമ്പ് നിസ്കരിക്കാറുണ്ട്, പക്ഷേ എന്റെ ഭർത്താവ് ബാങ്ക് വിളിച്ചാൽ പെട്ടെന്ന് എഴുന്നേറ്റ് പോയി നിസ്കരിക്കാറില്ല. ഈ 3 മോശപ്പെട്ട സ്വഭാവം എന്റെ ഭർത്താവിനുണ്ട് തങ്ങളെ. ഞാനെന്ത് ചെയ്യണം നബിയേ? ഞാനെന്ത് ചെയ്യണം നബിയേ? കാരുണ്യത്തിന്റെ മുത്തിനോട്, അഷ്റഫുൽ ഖൽഖിനോട് ഈ പെണ്ണ് വന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവരെ വിളിക്കുന്നു സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെ. അവിടുന്ന് വരുന്നു, ഉമ്മമാരെ കേട്ടോളൂ, എന്റെ വാല് കേൾക്കുന്ന സ്ത്രീകളെ നിങ്ങൾ കേട്ടോളൂ. അവിടെ നിന്ന് വരുന്നു സുഫിയാൻ തോരി വന്നിട്ട്, യാ റസൂലല്ലാഹ്, അവൾ പറഞ്ഞ 3 കാര്യവും സത്യമാണ്, എന്റെ ഭാര്യ പറഞ്ഞ 3 കാര്യങ്ങളും സത്യമാണ്. അവൾ പറയുന്നതിൽ യാഥാർത്ഥ്യമുണ്ട്. ഞാൻ അവൾ നിസ്കരിക്കുമ്പോ അടിക്കാറുണ്ട് നബിയെ, ഞാൻ അവൾ നോമ്പ് പിടിക്കുമ്പോ മുറിപ്പിക്കാറുണ്ട് തങ്ങളെ, ഞാൻ സുബ്ഹിക്ക് ബാങ്ക് വിളിച്ച ഉടൻ എഴുന്നേൽക്കാറില്ല നബിയെ. എന്റെ ഭാര്യ പറഞ്ഞത് സത്യമാണ്. പക്ഷേ ഹബീബായ തങ്ങളെ, അവിടത്തോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. സുഫിയാൻ റളിയല്ലാഹു അൻഹു ഭാര്യ പറഞ്ഞതിന് വിഷമത്തോടുകൂടെ മറുപടി പറയുകയാണ്, റസൂലുള്ളാഹിനോട് വിവരിക്കുകയാണ്. അവൾ നിസ്കാരത്തിൽ നബിയേ 1-ൽ കൂടുതൽ സൂറത്ത് ഓതാറുണ്ട്. അവൾ 1ഉം 2ഉം 3ഉം സൂറത്തുകൾ ഓതാറുണ്ട്. യാ റസൂലല്ലാഹ്, ആ സമയത്താണ് ഞാൻ അടിക്കുന്നത്. ഞാൻ വീട്ടിലുണ്ട് നബിയേ. ഞാനൊരു ആരോഗ്യമുള്ള മനുഷ്യനല്ലേ, എനിക്ക് പല ചിന്തകളും ആഗ്രഹങ്ങളുമില്ലേ. അവൾ നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ, ഫർള് നിസ്കാരത്തിന് വേണ്ടി നിന്നാലും 2ഉം 3ഉം സൂറത്തുകളും ഒക്കെ ഓതുന്നു. അപ്പോഴാണ് ഞാൻ അടിക്കുന്നത് നബിയേ. ഞാനത് ചെയ്യാറുണ്ട്. അവൾ പറയുന്നത് സത്യമാണ്. രണ്ടാമതായി നോമ്പ് മുറിപ്പിക്കുന്നു എന്ന് അവൾ പറയുന്നത്, യാ ഹബീബ്, യാ ഹബീബ്, യാ റസൂലല്ലാഹ്, ഞാനത് ചെയ്യുന്നത് നോമ്പ് മുറിപ്പിക്കുന്നുണ്ട്, സ്വാഭാവികമാണ് തങ്ങളെ. ഞാൻ നല്ല ആരോഗ്യമുള്ള ആളാണ്. അവൾ എപ്പോഴും സുന്നത്ത് നോമ്പ് പിടിക്കും. ഞാൻ എപ്പോഴെങ്കിലും വീട്ടിലേക്ക് വരുമ്പോ അവൾ പറയും എനിക്ക് നോമ്പാണ് എന്ന്. ആ സമയത്ത് ഹബീബായ നബിയേ, ഞാൻ അടിക്കാറുണ്ട് തങ്ങളെ. ഈ ആരോഗ്യമുള്ള മനുഷ്യന്റെ എന്റെ കാര്യങ്ങളൊക്കെ നിറവേറ്റണ്ടേ, എന്റെ വികാരങ്ങൾക്ക് ശമനമുണ്ടാക്കണ്ടേ. ആ പെണ്ണെപ്പോഴും നോമ്പ് പിടിക്കും. ഏത് സമയത്തും അവൾ വലിയ ഇബാദത്തുള്ളവളാണ്. അവൾ നല്ല ആബിദത്താണ്, നല്ല നിസ്കരിക്കുന്നവളാണ്, നല്ല നോമ്പ് പിടിക്കുന്നവളാണ്. നാട്ടുകാരൊക്കെ പറയും എനിക്കത് ഇഷ്ടമില്ല നബിയേ, ഞാൻ അടിക്കുന്നു നബിയേ. അവൾ സുന്നത്ത് നോമ്പ് ഞാനുള്ളപ്പോ നോക്കുന്ന സമയത്ത് അടിക്കാറുണ്ട് നബിയേ. മൂന്നാമതായി അവൾ പറഞ്ഞത്, സുബ്ഹി നിസ്കാരം വൈകിയാണ് നിസ്കരിക്കാറുള്ളത്. ഹബീബായ നബിയേ, തങ്ങളെ ഞാൻ ഖളാ ആക്കാറില്ല, ഖളാ ആക്കി നിസ്കരിക്കാറില്ല. നേരെ മറിച്ച് ബാങ്ക് വിളിച്ച ഉടനെ ഞാൻ ചിലപ്പോൾ എഴുന്നേൽക്കാറില്ല. ഞാനൊരു പ്രവർത്തകനാണ് നബിയെ, ഞാനൊരു ദീനീ പ്രവർത്തകനാണ്, ഞാൻ പഠിക്കുന്നൊരു വിദ്യാർത്ഥിയുമാണ്. പഠിക്കുന്നവനും പഠിപ്പിക്കുന്ന മറ്റുള്ളവർക്ക് ദീന് പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയുമാണ്. പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ദീനിന്റെ എളിയൊരു പ്രവർത്തകനുമാണ്. നബിയേ, ഞാൻ രാത്രി എന്റെ പ്രവർത്തനം കാരണമായി വീട്ടിലെത്തുമ്പോഴേക്കും അല്പം സമയം വൈകി കാണും. വല്ലാതെ രാത്രി കഴിഞ്ഞു കാണും. വൈകിയാണ് ഉറങ്ങാറുള്ളത്. നല്ല ക്ഷീണമുണ്ട് നബിയേ. ആ ക്ഷീണമുള്ള സമയത്ത് ഞാൻ ചിലപ്പോൾ ബാങ്ക് വിളിച്ച് ഉടനെ എഴുന്നേൽക്കാറില്ല. ഈ 3 കാര്യമാണ് അവൾ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്,
ഈ 3 കാര്യമാണ് ആക്ഷേപമായി അവൾ വന്ന് തങ്ങളോട് പറഞ്ഞത്. നബിയേ, റസൂലുള്ള അവളെ വിളിച്ചിട്ട് പറഞ്ഞു, ഉപദേശിക്കുകയാൽ, മോളെ, നിന്റെ ഭർത്താവ് വീട്ടിലുള്ളപ്പോ നീ സുന്നത്ത് അവിടുന്ന് ഫർള് നിസ്കരിച്ചാലും ഒരുപാട് സുന്നത്ത് സൂറത്തുകൾ ഓതിക്കൊണ്ട് സമയമാക്കരുതേ. അത് ഭർത്താവിന് പൊരുത്തമില്ലെങ്കിൽ ആ നിസ്കാരം അല്ലാഹു തൃപ്തിപ്പെടില്ല. മാത്രമല്ല, നിന്റെ ഭർത്താവ് വീട്ടിലുള്ളപ്പോ നീ സുന്നത്ത് നോമ്പ് പിടിക്കരുത്. ആ ഭർത്താവിന്റെ അനുവാദമില്ലാതെ സുന്നത്ത് നോമ്പ് പിടിക്കരുത് കേട്ടോ. അവിടുന്ന് 3 കാര്യങ്ങളിലും വിഷയമങ്ങ് പറഞ്ഞുകൊണ്ട് റസൂലുള്ള പറയുന്നു, ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കണം. ഭർത്താവിന്റെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗമുള്ളത്. ഭർത്താവിനെ പൂർണ്ണമായും അനുസരിച്ചോളൂ, സ്വർഗത്തിൽ പാറിക്കളിക്കാം. സുബ്ഹാനല്ലാഹ്. എന്താണ് എന്റെ നല്ലവരായ ഉമ്മമാര് ഞാനിപ്പോ പറഞ്ഞത്? ഈ വിഷയങ്ങള് അത് നല്ലതുപോലെ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ഇത് ധാരാളം പറയേണ്ടതാണ്. 4ാമത്തെ കാര്യമായി ഞാൻ പറഞ്ഞു. 5ാമതായി അവിടുന്ന് വിവരിക്കുന്നത്, 5ാമതായി മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നതും വിവരിക്കുന്നതും കണ്ടോ, വഇന്നമാ ഹറമൽ ഇസ്ലാമു അലൽ മർഅതി അൻ തഅദന ബിസ്സമാഹി ലിഅഹദിൻ ഫീ ദുഖൂലി ബൈതി സൗജിഹാ. എന്തേ ഭർത്താവിന്റെ സമ്മതമില്ലാതെ, എന്താണ് ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഒരിക്കലും തന്നെ ഭാര്യ ഒരാളെയും വീട്ടിൽ പ്രവേശിപ്പിക്കരുത് എന്ന് പറയാനുള്ള കാരണം എന്താ? വഇന്നമാ ഹറമൽ ഇസ്ലാം, അത് ലിമൻ യക്റഹു സൗജു, ഭർത്താവ് വെറുക്കുന്ന ഒരുത്തനെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കരുത്. ലിഅന്ന ദാലിക യുവല്ലിദു അദാവതൻ ബൈന സൗജൈൻ, ദമ്പതികളിൽ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ അത് ശത്രുത വളർത്തിക്കളയും. വെറുതെയല്ല, ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ അത് ശത്രുതയാണ്, മഹബത്ത് നീക്കിക്കളയും. അതുകൊണ്ടാണ് പണ്ഡിത മഹത്തുക്കളൊക്കെ പഠിപ്പിക്കാറുണ്ട്, ആരെങ്കിലൊക്കെ പരിചയമില്ലാത്ത ആരെങ്കിലൊക്കെ വീട്ടിൽ ഇവിടെ ആരെങ്കിലും ഉണ്ടാ? ഇവിടെ ആരില്ല. ഭാര്യ പറയുന്നത് സ്വാലിഹത്തായ പെണ്ണ് പറയേണ്ട വാക്കുകളാണ്. ഇവിടെ ആരില്ല. ഇവിടെ ആരെങ്കിലും ഉണ്ടാ? ഇവിടെ ആരില്ല. എവിടെ പോയി എന്നാവും. 4 ഒച്ചട്ട കഴിഞ്ഞ അടുത്ത കാലത്ത് ജന്മനായി ഈ മനുഷ്യൻ ഈ വീട്ടിൽ കിടക്കൂല. അല്ലോ, അവിടെ പുലിയുണ്ട്, നരിയുണ്ട്, പുലിയുണ്ട് എന്നൊക്കെ പറയും. ആ വീട്ടിക്ക് ഞാൻ പോകൂല. ഇത് നേരെ മറിച്ച്, എന്റെ സഹോദരിമാരെ, നിങ്ങളെങ്ങാനും ഇവിടെ വന്നിട്ട്, നിങ്ങളെങ്ങാനും ഏതോ ഒരു പരിചയമില്ലാത്ത ആള് വന്നു, ഇവിടെ ആളുണ്ടാ? ഇല്ല. എവിടെ പോയി? എന്തൊക്കെയാണ് അങ്ങ് പറഞ്ഞ അതോടുകൂടെ സുബ്ഹാനല്ലാഹ് ഒക്കെ കഴിഞ്ഞു. വീട്ടിൽ പലതും നടക്കും. ചായ കുടിക്കൂ, വരൂ ചായ കുടിക്കൂ എന്ന് പറഞ്ഞ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പറയുന്നു, പരിചയമില്ലാത്ത ഒരാൾ വീട്ടിൽ വന്നാല് ഭർത്താവിനെ അന്വേഷിച്ച് മറ്റുള്ള അന്വേഷിച്ച് പറഞ്ഞാൽ ഒരത്തിൽ സംസാരിക്കണം. ഇവിടെ ആരെങ്കിലും ഉണ്ട്? ഇവിടെ ആരില്ല. എവിടെ പോയി? എവിടെയോ? ഞാൻ അടുത്തുനിന്ന് ആ വീട്ടിൽ ഒരാൾ വരൂല. എന്താ കാരണം അറിയോ? എന്ന ജീവിതം മരിക്കോളം മഹബത്തോടുകൂടെ ജീവിക്കാം. നോക്കി നിങ്ങള്, ലിഅന്ന ദാലിക യുവല്ലിദു അദാവതൻ ബൈന സൗജൈൻ വയുസീറു ബഅല ശുകൂകി വൽ ഔഹാം. നിങ്ങളെങ്ങാനും ഭർത്താവിന്റെ സമ്മതമില്ലാതെ വല്ല ആളുകളെയും വീട്ടിലേക്ക് കിടക്കാൻ അനുവാദം കൊടുത്താൽ, അത് കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിലും ശരി, എത്രത്തോളം എന്നറിയോ? മഹാന്മാര് പഠിപ്പിക്കുന്നു, മിൻ സുലൂകി അഹദി അഖാരിബി സൗജതി കബിനിൽ അമ്മി അബിബിനിൽ ഖാരി. അമ്മാവന്റെ മകനാണ്, എളാപ്പയുടെ മകനാണ്, ഏത് ബാപ്പയുടെ മകനാണെന്ന് പറഞ്ഞാലും മഹറമല്ലാത്ത അടുത്ത കുടുംബമോ വിട്ട മഹറമല്ലാത്ത ഏത് കുട്ടികൾക്കും വീട്ടിൽ വരാൻ അനുവാദം കൊടുത്തു പോകരുത്. ഇതാ ഇസ്ലാം പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ഇതാണ്. യുവല്ലിദു അദാവതൻ ബൈന സൗജൈൻ. എന്താണ് അനുവാദം കൊടുത്താല്? ഉദാഹരണം, എന്റെ സഹോദരിമാരെ, നിങ്ങളുടെ അമ്മാവന്റെ മകനാണ് വീട്ടിലേക്ക് വരുന്നത്, അതല്ലെങ്കിൽ നിങ്ങളുടെ ജ്യേഷ്ഠത്തിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ എളാമയുടെ മകനാണ് വീട്ടിലേക്ക് വരുന്നത്. മോളെ, ഇത് എന്റെ ആങ്ങളയാണെന്ന് പറഞ്ഞിട്ട് അതൊരിക്കലും മഹറമല്ല. നിങ്ങളുടെ ആങ്ങളയാണെന്ന് പറഞ്ഞ് സുബ്ഹാനല്ലാഹ് ഈ വഅദ് പറയാൻ പറ്റുമോ? ഈ വഅദ് പറയാനൊന്നും പറ്റുകയില്ല. ഒരു ബന്ധവുമില്ലാതെ ഏതോ ഒരു വിട്ട ബന്ധത്തിലുള്ള ആളുകളെയല്ലേ, ഇതെന്റെ കുടുംബക്കാരനാണ്, എന്റെ ആങ്ങളയാണ്, വകയിലെ ആങ്ങളയാണ്, എന്റെ വകയിലെ പെങ്ങളാണെന്ന് പറഞ്ഞിട്ട് അവനും വരുന്നു. പെണ്ണേ, ജീവിതം പണയം വെക്കേണ്ടി വരും. നിന്റെ ജീവിതം നശിക്കുന്നതാണ്.
ഭർത്താവിന്റെ സ്നേഹം പോകുന്നതാണ്. ഒരു വേള ഭർത്താവ് നിന്നെ ആട്ടിവിടേണ്ടി വരുന്നതാണ്. അത് സൂക്ഷിക്കണം കേട്ടോ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് മിൻ സുരൂകി അഖാരിബി സൗജതി കബിനിൽ അമ്മി അബിബിനിൽ ഖാലി മസലാ. അതല്ലെങ്കിൽ ഭർത്താവിന്റെ കുടുംബത്തിൽ ഭർത്താവിന്റെ അനുജനാണ്, ഭർത്താവിന്റെ ജ്യേഷ്ഠനാണ്, പോകട്ടെ ഭർത്താവിന്റെ കുടുംബത്തിൽ ഇന്നാരിന്ന വ്യക്തിയുടെ മക്കളാണ് എന്ന് പറഞ്ഞു വരുമ്പോഴും അത് തെറ്റിദ്ധാരണക്ക് വഴിയുണ്ടോ? സൂക്ഷിക്കണം കേട്ടോ, സൂക്ഷിക്കണം കേട്ടോ എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഫലാ യുറഗിബു ഫീ ദുഖൂലിഹി ഇലാ ബൈതിഹി ഔ യഖ്ശാ മിൻ ഇഫ്സാദി ബഅലി അഖാരിബിഹി ഔ അഖാരിബിഹാ ലിൽ ഹയാത്തി സൗജിയ. അതുകൊണ്ട് എന്താണ് വരുന്നത്? ദാമ്പത്യ ജീവിതം, ആ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തിന് കോട്ടം വരുന്നതാണ്. ഫലഹുൽ ഹഖ്ഖു അയ്യംന, അവനെ തടയാൻ അവകാശമുണ്ട്. അത് പാടില്ല എന്ന് പറയാനും അത് പറഞ്ഞാൽ സ്വീകരിക്കേണ്ടവള്. ഫലഹുൽ ഹഖ്ഖു അയ്യംന വയംബഗി അലൽ മർഅതി അൻ തസ്തജീബ്. അത് ഭർത്താവ് പറഞ്ഞാൽ ഒരിക്കലും തന്നെ ഭാര്യ അനുവാദം കൊടുക്കരുത്, ആർക്കും അനുവാദം കൊടുക്കുകയും ചെയ്യരുത്. ഇതാണ് കുടുംബജീവിതം നന്നാവാനും ദാമ്പത്യ ജീവിതം ഭംഗിയാവാനുമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഈ കാഴ്ച നമ്മ പഠിപ്പിക്കുന്നത്. ഇരിക്കട്ടെ, അഞ്ചാമതായി മഹാന്മാര് പഠിപ്പിക്കുന്നത്, അതും കൂടെ പെട്ടെന്ന് വായിക്കാം, സമയം നല്ല വൈകുന്നുണ്ട് എനിക്കറിയാം. അൽ ഖറാറു ഫിൽ ബൈതി വഅദുൽ ഖുറൂജി ഇല്ലാ ലിളറൂറാ. എന്റെ സഹോദരിമാരെ, വീട്ടിൽ ഉറച്ചിരിക്കണം, വീട്ടിന്റെ ഉള്ളറയിൽ അവിടുന്ന് ജീവിക്കണം. വഅദുൽ ഖുറൂജി, ഒരിക്കലും തന്നെ ഊരു ചുറ്റി നടക്കരുത്. ഇല്ലാ ലിളറൂറാ, ആവശ്യത്തിന് വേണ്ടിയല്ലാതെ, നിർബന്ധഘട്ടത്തിൽ അത്യാവശ്യത്തിന് വേണ്ടിയല്ലാതെ നിങ്ങൾ ഒരിക്കലും നടക്കാൻ പാടില്ല. ഒരുപാട് സ്ത്രീകളെ ഇന്ന് ദീനീ സംഘടനകളുടെ പേര് പറഞ്ഞുകൊണ്ട് വനിതാ സമ്മേളനം വെച്ച് പാവപ്പെട്ട പെൺകുട്ടികളെ പരസ്യമായി രംഗത്തേക്ക് ഇറക്കിയിട്ട് തെങ്ങിൻ മുകളിൽ കയറ്റാനും വീടിന്റെ മുകളിൽ കയറ്റാനും എല്ലാ നിലക്കും ഇന്ന് ചില ആളുകൾ നടക്കുന്നുവെങ്കിൽ ആഖിറം വേണോ അമ്മമാരെ? പുന്നാര മുത്തുനബിയുടെ കരങ്ങളെ കൊണ്ട് ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കണോ? സൂക്ഷിക്കണമെന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തുന്നു. എന്തിനാണത്? ലിനുസുഖത്തിൻ ഔ സിയാറത്തി റഹ്മിൽ ഔ ഖളാഇ ഹാജത്തിൽ വദാലിക ലിതതഫറഗ ലിതർബിയത്തിൽ ഔലാദി വഇദാറത്തി ശുഊനിൽ മൻസിലി. അൽഹംദുലില്ലാഹ്, കുടുംബ ജീവിതവും ദാമ്പത്യ ജീവിതവും ഭംഗിയാക്കി പൊന്നുമക്കളെ പൊന്നുപോലെ വളർത്തിയിട്ട് ഭർത്താവിന് അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്നത് അവർ ചെയ്യേണ്ടത് എന്താണ്? അവർ ചെയ്യേണ്ട കാര്യങ്ങള് സുബ്ഹാനല്ലാഹ്. പുരുഷന്മാർ അർറജുലു യഅമലു ഖാരിജൽ ബൈത്ത് ലിസആദത്തി സൗജതിഹി. കണ്ടോ? അർറജുലു യഅമലു ഖാരിജൽ ബൈത്തി, പുരുഷന്മാര് വീടിന്റെ പുറത്തു പോയി ജോലി ചെയ്യട്ടെ. ലിസആദത്തി സൗജതിഹി, ഭാര്യയെയും ഔലാദിഹി, മക്കളെയും മറ്റുമൊക്കെ നോക്കാൻ വേണ്ടി. ലിയുഖദ്ദിമ ലഹും മാ യഹ്താജൂന മിൻ തുആമിൻ വശറാബിൻ വകിസ്വത്തിൻ, അവർക്ക് വേണ്ടുന്ന എല്ലാം വാങ്ങിക്കൊടുക്കാൻ പുറത്തു പോയി ജോലി ചെയ്യട്ടെ. വൽമർഅതു തഅമലു ദാഖിലൽ ബൈതി, പെണ്ണ് വീട്ടിന്റെ ഉള്ളിൽ ജോലി ചെയ്യട്ടെ. ഫതുഹയ്യിഉ ത്വആം, അവൾ ഭക്ഷണം ഉണ്ടാക്കട്ടെ. വതുനല്ലിഫുൽ അവാനിയ, പാത്രങ്ങളൊക്കെ കഴുകട്ടെ. വതഗ്സുലു സിയാബ്, ഭർത്താവിന്റെയും അവളുടെയും കുട്ടികളുടെയും ഒക്കെ വസ്ത്രം കഴുകട്ടെ. വതഖൂമു അലാ ഇസ്ലാഹിൽ മൻസിലി ബിമാ യജ്അലുഹു, വീട്ടിൽ ആവശ്യമുള്ളത് മുഴുവനും ആ പെണ്ണ് ചെയ്തു കൊള്ളട്ടെ. കണ്ടോ ഇസ്ലാം പഠിപ്പിക്കുന്നത്? പുരുഷന്മാര് വീടിന്റെ പുറത്ത്, സ്ത്രീകൾ ചെയ്യേണ്ടത് വീട്ടിന്റെ അകത്ത്. ആ നിലക്ക് അവർ ജീവിക്കട്ടെ, എന്നാലേ ഒരു ദാമ്പത്യ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവൂ. അതുകൊണ്ടാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഏതായാലും ഇരിക്കട്ടെ, ഏഴാമത്തെ ഒരു കാര്യം കൂടെ ഞാൻ പെട്ടെന്ന് വായിക്കാം. ഏഴാമതായി പറയുന്നത് അൻ തതസയ്യന ലഹു, അവൾ ഭർത്താവിന് വേണ്ടി ഭംഗിയാവണം. അവൾ ഭംഗി കാണിക്കണം. ബിസിയാബിൽ ഫാഖിറ, നല്ല വസ്ത്രം ധരിച്ചിട്ട്. ഹത്താല തംതദ്ദ ഐനുഹു, ഈ ഭർത്താവിന്റെ കണ്ണ് പോകരുത് ഇലാ ഗൈരിഹ, ഭാര്യ അല്ലാത്ത വേറെ ഒരു പെണ്ണിലേക്കും. ഇന്ന് ഭർത്താവ് നാട്ടിലുള്ള ഏറ്റവും നല്ല ഏറ്റവും പഴകിപ്പിളിച്ച വസ്ത്രം ധരിച്ചിട്ട് നടക്കും. അവളെങ്ങാനും അങ്ങാടിയിലേക്കോ കല്യാണ സദസ്സിലേക്കോ പോകുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, മുന്തിയ വസ്ത്രം ധരിച്ചിട്ട്, മാത്രമല്ല എല്ലാ നിലക്കുമുള്ള ഭംഗിയും ചൊറുക്കും കൂട്ടിയിട്ട് പെണ്ണ് പോകുന്നു. മോളെ,
നിന്റെ ഭംഗിയും നിന്റെ സീനത്തും നിന്റെ ജമാലിയത്തും അത് പ്രകടമാക്കേണ്ടത് ഭർത്താവിന്റെ മുന്നിലാണ്. ഭർത്താവ് നാട്ടിലുള്ളപ്പോ നല്ല വസ്ത്രം ധരിക്കണം, ഏറ്റവും നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിക്കേണ്ടതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, റസൂലുള്ളാഹിനോട് ചോദിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, എന്താണ് അവിടുന്ന്, അയ്യുന്നാസി ഖൈർ, ഏറ്റവും നല്ല പെണ്ണ് ആരാണ്, സ്ത്രീകളുടെ കൂട്ടത്തിൽ നല്ല പെണ്ണ് ഏതാണ്? അവിടുന്ന് പറയുന്നു, അല്ലത്തി തസുറുഹു, ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നവളാണ്. ഇതാ നദറ, ഭർത്താവ് അവളിലേക്ക് നോക്കിയാൽ, ഭർത്താവ് ഒരു ഭാര്യയെ നോക്കിക്കഴിഞ്ഞാൽ നല്ല സന്തോഷം ഉണ്ടാവും, അവൾ സന്തോഷിപ്പിക്കും. പിന്നെ ഒരിക്കലും തന്നെ ഈ മനുഷ്യന് വേറൊരു പെണ്ണിന് ആശ വരില്ല. എന്റെ സഹോദരിമാരെ, അതുകൊണ്ടാണ് ഭർത്താവിന്റെ മുന്നിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് നല്ല ഭംഗിയിൽ നടക്കണം. അവൾ ഭർത്താവിന് വഴിപ്പെടണം. ഇതാ അമറ വലാ തുഖാലിഫുഹു, ഭർത്താവിനെ അവൾ എതിര് കാണിക്കരുത്. ഫീ നഫ്സിഹാ വലാ മാലിഹാ ബിമാ യക്റഹു, ഒരു വിഷയത്തിലും. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാ, ഇന്നീല അതസയ്യനു ലിംറഅതി, ഞാൻ ഭംഗിയാകുന്നു ലിംറഅതി, എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ല ഭംഗിയിലേ പോകാറുള്ളൂ. കമാ ഉഹിബ്ബു അൻ തതസയ്യന ലി, അവള് എനിക്കും വേണ്ടി ഭംഗിയാവാൻ ഞാനും മഹബത്ത് വെക്കുന്നു. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാ, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാ, ഞാൻ എപ്പോഴും എന്റെ ഭാര്യയുടെ അരികിലേക്ക് പോകുമ്പോൾ നല്ല ഭംഗിയിൽ പോകും. എന്തിനാണത്? അവൾ എന്റെ അരികിലേക്ക് വരുമ്പോഴും നല്ല ഭംഗിയിലാണ് വരേണ്ടത്. ഫസ്സീനതു വൽ ജമാലു ഫിന്നിസാഇ മത്ലൂബുൻ, ഭംഗിയും സീനത്തും ജമാലും സ്ത്രീകളിൽ മത്ലൂബാണത്. വഹുവ മിമ്മാ യുവസ്സിഖുൽ മഹബ്ബത വയുദീമുൽ ഇൽഫത. സുബ്ഹാനല്ലാഹ്. എന്റെ വഅല് കേൾക്കുന്ന സ്ത്രീകളെ, പണ്ഡിത മഹത്തുക്കളല്ലേ വിവരിക്കുന്നത്, ഫസ്സീനത്തു വൽ ജമാൽ ഫിന്നിസാഇ മത്ലൂബുൻ, പെണ്ണുങ്ങൾ എപ്പോഴും ഭർത്താവിന്റെ മുന്നിൽ നല്ല ഭംഗിയിലായിരിക്കണം നടക്കേണ്ടത്. അടുക്കു പിടിച്ച വസ്ത്രം ധരിക്കരുത്. മാത്രമല്ല വാസനയുള്ള ഒന്നും തന്നെ അവൾ ഉണ്ടാവരുത്. ഭർത്താവ് ഒരിക്കലും അവളിൽ നിന്ന് ഒരു മോശപ്പെട്ട വാസന അത് ശ്വസിക്കുന്നൊരവസ്ഥ വരുത്തി കളയരുത്. എന്നിട്ട് പറയാ, വഹുവ, ഈ ഭംഗി കാണിക്കല്, മിമ്മാ യുവസ്സിഖു, അത് ഉറപ്പിച്ചു കളയും അൽ മഹബ്ബത, ഭാര്യ ഭർത്തൃ ബന്ധത്തിലുള്ള മഹബ്ബത്തിനെ, വയുദീമുൽ ഇൽഫത, സ്നേഹത്തിനെ ദായിമാക്കി കളയും. മരണം വരെ ഒരു ഭർത്താവിൽ അവളോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടു പോവുകയില്ല. വൃത്തിയില്ലാത്ത പെണ്ണാണെങ്കിൽ പെട്ടെന്ന് സ്നേഹം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഞാൻ 7 കാര്യങ്ങള് നിങ്ങളുടെ മുന്നിൽ ഞാനിവിടെ പറഞ്ഞപ്പോ എന്റെ സഹോദരിമാരെ, ധാരാളം കാര്യങ്ങള് ഇൻഷാ അല്ലാഹ് പറയേണ്ടതുണ്ട്. അതിൽ 7 കാര്യം ഒരു ചെറിയ രൂപത്തിലങ്ങ് പറഞ്ഞ് അവിടുന്ന് പറയാ, അതുകൊണ്ടാണ് ഭംഗിയില്ലാതൊരു പെണ്ണ് നടക്കുന്നത് കണ്ടാൽ പുരുഷന്മാരോട്, എന്റെ ചെറുപ്പക്കാരെ, പ്രായമുള്ള ഉപ്പമാർ, നിങ്ങൾ വയസ്സായി, നിങ്ങൾ നടിക്കാൻ പോയല്ലേ, നിങ്ങൾ ഇനി ദ്വാരം നടന്നാളി, നിങ്ങൾ ഇനി എവിടെ അടിക്കാനാ, കുറെ പ്രായമായി, മുടിയൊക്കെ നരച്ചു, അതുപോലെ തന്നെ നിങ്ങളുടെ തൊലികളൊക്കെ ചുളിഞ്ഞു പോയി, നിങ്ങൾ എങ്ങോട്ട് നടക്കാനാ? ഏതായിരുന്നാലും ഞാൻ എന്റെ ചെറുപ്പക്കാരോട്, എന്റെ ചെറുപ്പക്കാരായ കുട്ടികളോട് പറയാ, ഭാര്യ എപ്പോഴും നല്ല ഭംഗിയിലാണ്. അത് പുറത്തല്ല, അങ്ങാടിയിൽ പോകുമ്പോഴല്ല, മറ്റു സ്ഥലങ്ങളിൽ പോകുമ്പോഴല്ല, നേരെ മറിച്ച് നമ്മുടെ കൂടെ നടക്കുമ്പോ. നിങ്ങളെങ്ങാനും ഗൾഫിൽ പോയിട്ട്, എന്റെ ചെറുപ്പക്കാർ കേട്ടോളൂ, ഗൾഫിൽ പോയി തിരിച്ചു വന്ന്, ഗൾഫിൽ പോയി നിങ്ങളെങ്ങാനും നാട്ടിലേക്ക് വരുമ്പോൾ എപ്പോഴും അവിടെ നല്ല പുതിയ പുതിയ വസ്ത്രം നിങ്ങളുടെ മുന്നിൽ, നാട്ടിൽ ഗൾഫ് അവിടെ അങ്ങാടിയിലേക്കോ കല്യാണത്തിന് പോകുമ്പോൾ എന്തോ ധരിച്ചോട്ടെ, നിങ്ങളുടെ മുന്നിൽ നല്ല വസ്ത്രമായിരിക്കണം. മാത്രമല്ല നല്ല ഭംഗി അവൾ പ്രകടിപ്പിക്കുകയും വേണം. എന്നാൽ ആ നിങ്ങൾ തമ്മിലുള്ള സ്നേഹം നിലനിൽക്കും. അല്ലെങ്കിൽ സ്ത്രീകളെ കേട്ടു, ഉമ്മമാരെ, 2-3 ദിവസമല്ല, കല്യാണം കഴിഞ്ഞ് കുറച്ച് കൊല്ലാകുമ്പോഴേക്കും ഭർത്താവിന് നിങ്ങളുടെ വെറുപ്പ് വരും. പിന്നെ വേറെ കല്യാണം കഴിക്കാൻ തോന്നും, പിന്നെ നിങ്ങളോട് സംസാരിക്കാൻ തോന്നില്ല. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഭംഗിയില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് അവർക്കുള്ള സുഖം, ആ സുഖം നഷ്ടപ്പെട്ടു പോയാൽ, നിങ്ങളെ കൊണ്ടുള്ള സുഖം അവർക്ക് നഷ്ടപ്പെട്ടു പോയാൽ, നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആ ശഹ്വത്തടക്കാനുള്ള, മാത്രമല്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ഭർത്താവിന് ലഭിച്ചില്ല എങ്കിൽ നിങ്ങളോട് വെറുപ്പ് വരും. സ്വാഭാവികമാണ്. നിങ്ങളോട് സംസാരിക്കാൻ അവർക്ക് തോന്നുകയില്ല. നിങ്ങൾക്കോട് സംസാരിക്കാൻ
അവന്റെ മനസ്സനുവദിക്കുകയില്ല. നിങ്ങളോടൊന്ന് ചിരിക്കാൻ പോലും അവന്റെ മനസ്സനുവദിക്കുകയില്ല. സഹോദരിമാരെ, പുരുഷന്മാരെ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, പുരുഷന്മാരെ വെറുത്തിട്ട് കാര്യമില്ല. ഭർത്താവിൽ നിങ്ങളോട് മഹബ്ബത്ത് വന്നാലേ സംസാരിക്കാൻ പോലും സന്തോഷം വരികയുള്ളൂ, നിങ്ങളോട് ചിരിക്കാൻ പോലും സന്തോഷം വരികയുള്ളൂ. അതിന് വേണ്ടത്, അതിന് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സീനത്ത് അവർക്കുണ്ടാവേണ്ടതാണ്. നിങ്ങളിൽ ശാരീരികമായി അല്ലാഹു തആല നിങ്ങൾക്ക് സീനത്ത് നൽകിയിട്ടില്ലേ? അല്ലാഹു തആല ശാരീരികമായി വല്ല വീഴ്ചകളും നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ? ഭർത്താവിനെ നിങ്ങൾ വെറുത്തിട്ട് കാര്യമില്ല, ഭർത്താവിനെ വെറുപ്പിച്ചിട്ട് കാര്യമില്ല, ഭർത്താവിനോട് വെറുത്തിട്ടോ പിണങ്ങിയിട്ടോ കാര്യമില്ല. കാരണം ആ ഭർത്താവിന് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അവന് കിട്ടിയില്ല. സ്വാഭാവികമായും നിങ്ങളോട് വെറുപ്പ് വരും, സ്വാഭാവികമായും നിങ്ങളോട് അലർജി വരും, നിങ്ങളോട് സംസാരിക്കാൻ അവന്റെ മനസ്സനുവദിക്കുകയില്ല. എന്റെ പെങ്ങളെ, ഈമാനുള്ള സഹോദരി, ആ പാപത്തെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നു, പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്. ഏതായാലും ഇരിക്കട്ടെ, ഞാനിവിടെ പറയുന്നത്, പരിശുദ്ധ ഇസ്ലാം പറയുന്നു, ചെറുപ്പക്കാരെ, 5 കാര്യത്തിന് വേണ്ടി ഭാര്യമാരെ അടിക്കേണ്ടി വന്നാൽ അടിക്കാം. ആവശ്യമില്ലാതെ അടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഭാര്യമാരെ ചീത്ത പറയുന്ന, ഭാര്യമാരെ തെരുവിളിക്കുന്ന, ഭാര്യമാരെ എപ്പോഴും ഒരു അടിമയെ പോലെ കാണുന്ന, ഞാനത് ആ വിഷയത്തിൽ 2-2.5 മണിക്കൂർ പ്രഭാഷണം നടത്തിയ ആ പ്രഭാഷണ സീഡി തന്നെ നിങ്ങളുടെ കരങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. ദാമ്പത്യ ജീവിതം എന്നൊരു പ്രഭാഷണ സീഡി. ഏതായിരിക്കട്ടെ, ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്, എന്റെ സഹോദരിമാരോട് ഞാൻ പറയും, എന്റെ ചെറുപ്പക്കാരെ, ഭാര്യമാരെ അടിക്കാൻ പറ്റില്ല. ഭാര്യമാരെ ആവശ്യമില്ലാതെ തെറിവിളിക്കാനോ അടിക്കാനോ വേദനിപ്പിക്കാനോ പാടില്ല. നിങ്ങൾക്ക് അവരിൽ നിന്ന് ഇഷ്ടപ്പെടാത്ത രംഗമാണോ, നിങ്ങൾ ക്ഷമിച്ചു നടക്കുക. നിങ്ങൾക്ക് ക്ഷമിക്കേണ്ടതാണോ ക്ഷമിക്കുക, അല്ലെങ്കിൽ പരിഹാരം കാണുക. ഏതായാലും ഇരിക്കട്ടെ, അവളെ അടിക്കാനോ അവളെ ബുദ്ധിമുട്ടിക്കാനോ നിങ്ങൾ പോകരുത്. അഥവാ ഇനി ചില സ്ഥലങ്ങളിലൊക്കെ അടിക്കേണ്ടതുണ്ട്. ഭാര്യമാരെ അടിമയെ പോലെ കാണുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട്, കുടിച്ചു വന്നിട്ട് ആ പാവങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നവര്. മഅദല്ലാഹ്, ചാട്ടവാറുകൊണ്ട് അല്ലാഹു തആല നിങ്ങളെ പാഠം പഠിപ്പിക്കുമെന്ന് പണ്ഡിത മഹത്തുക്കൾ വിവരിക്കുന്നു. ഏതായാലും ഇരിക്കട്ടെ പുരുഷന്മാരെ, ആ ഭാഗം ഇവിടെ പറയേണ്ടതില്ല. ഞാനിവിടെ പറയുന്നത്, നമ്മുടെ ഭാര്യമാർ, എന്റെ ഭാര്യമാരെ അടിക്കേണ്ടുന്ന ചില സ്ഥലങ്ങളുണ്ട്. وأولها منع الجماع خروجها بلا إذن زوج من محل الإقامة وترك صلاة ترك زين لنفسها وخاميسها ترك لغسل الجنابة. سبحان الله. എന്റെ ഉമ്മമാരെ, എന്റെ നല്ലവരായ ചെറുപ്പക്കാരെ, 5 കാര്യത്തിന് വേണ്ടി ഭാര്യമാരെ അടിക്കൽ ജായിസാണ്. അവിടുന്ന് പറയുന്നു, കല്യാണം കഴിച്ച എന്റെ മക്കൾ, കല്യാണം കഴിച്ച എന്റെ കൂട്ടുകാർ, ചങ്ങാതിമാർ, സഹോദരങ്ങൾ, ഭാര്യമാരെ അടിച്ചിട്ടുണ്ടോ? ഈ 5 സ്ഥലത്ത് അടിച്ചിട്ടുണ്ടോ? ഉപ്പമാരെ നിങ്ങൾ അടിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇന്നും നാളെയൊന്നും അടിക്കണ്ട. ഞാൻ പോയിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അടിച്ചാണ്, അല്ലെങ്കിൽ അവരെന്നെ ശപിക്കുന്നതാണ്. ഈ വയസ്സായ ഉപ്പമാർ നിങ്ങൾ അടിക്കാൻ പോലിട്ട്, അപ്പ വയസ്സായ ഉമ്മാനെ, പ്രായം ചെന്ന മുടിയൊക്കെ നരച്ച ഉമ്മ, പേരമക്കളുള്ള ഉമ്മാനങ്ങൾ അടിക്കരുത് കേട്ടാ. നിങ്ങളൊക്കെ ക്ഷമിച്ചോളൂ. നേരെ മറിച്ച് ചെറുപ്പക്കാരെ നിങ്ങൾ ശ്രദ്ധിക്കണം. അടിച്ചില്ലെങ്കിൽ അടിക്കണം. നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് നല്ലോണം അടിച്ചോളൂ. ഏതൊക്കെയാണത്? ജിമാഇന് അനുവദിക്കാത്ത പെണ്ണാണ് എങ്കിൽ ആ പെണ്ണിന് അടിക്കാം, ഇസ്ലാം അനുവദിക്കുന്നു. അതുപോലെ തന്നെ അവിടുന്ന് ഭർത്താവിന്റെ സമ്മതമില്ലാതെ ബഅദ് കേൾക്കുന്ന സ്ത്രീകളെ ചുമരിനോട് ചാരി നിൽക്കുന്ന അപ്പുറത്തെ വീട്ടിലേക്ക് പോലും പോകാൻ പാടില്ല. ചുമരിനോട് ചാരി നിൽക്കുന്ന അപ്പുറത്തെ വീട്ടിലേക്ക് പോലും പോകാൻ പാടില്ല. പോയി കഴിഞ്ഞാൽ അവരടിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. മൂന്നാമതായി പറയുന്നത്
രണ്ടാമതായി പറയുന്നത് ഭർത്താവിന്റെ സമ്മതമില്ലാതെ എങ്ങോട്ടും പോകരുത്, സ്വന്തം വീട്ടിലേക്ക് പോകരുത്. ബാപ്പ പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പോകരുത് മോളെ. ഉമ്മ പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പോകരുത്. ഇതാണ് പഠിപ്പിക്കുന്നത്, ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഏതായാലും ഇരിക്കട്ടെ, ഞാനിവിടെ പറഞ്ഞു വരുന്നത് സുബ്ഹാനല്ലാഹ്, ഞാൻ എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുന്നത്, മൂന്നാമതായി വത്തൊരുക്കു സ്വലാ, നിസ്കരിക്കാത്ത പെണ്ണാണെങ്കിൽ ഒരു ഭർത്താവിന് ഭാര്യയെ അടിക്കാം. നിസ്കരിക്കാത്തവള്, ഞാനിതൊരു സ്ഥലത്ത് അത് പറഞ്ഞപ്പോ പ്രായമുള്ളൊരു ഉമ്മ വന്നിട്ട്, ഉസ്താദേ നിങ്ങൾ ഞങ്ങളടിക്കാൻ പറയുന്നുണ്ടല്ലോ, സുബഹിക്ക് ഞങ്ങളിങ്ങനെ വിളിച്ചിട്ട് മനുഷ്യാൻ തട്ടി വിളിച്ചുണർത്തിയാല് നിങ്ങളെ കൂട്ടർ എഴുന്നേൽക്കാറില്ല, എന്നാ പിന്നെ ഞങ്ങൾക്കൊരു പടി എടുത്തിട്ട് അങ്ങോട്ട് കൊടുത്തൂടെ? ഓ എന്റെ സഹോദരി, ഭർത്താക്കന്മാരെ അടിക്കരുത്, ഭർത്താക്കന്മാരുടെ മുഖത്ത് കൈച്ചൂണ്ടി സംസാരിക്കരുത്, ഭർത്താക്കന്മാരെ വെറുപ്പിക്കുന്നൊരു വാക്ക് പറയരുത്. ഞങ്ങൾക്ക് നിങ്ങളെ അടിക്കാം, നിങ്ങൾക്ക് ഞങ്ങൾ അടിക്കാൻ അവകാശമില്ല. ഇസ്ലാം പഠിപ്പിക്കുന്നു, ഞങ്ങൾക്ക് നിങ്ങൾ അടിക്കാം, നിങ്ങൾ ഇങ്ങോട്ടടിക്കരുത്, ഭർത്താക്കന്മാരടിക്കാൻ പറ്റില്ല. നാലാമതായി പറയുന്നത് വൃത്തിയില്ലാതെ നടക്കുന്ന പെണ്ണാണ് എങ്കിൽ, ഭംഗിയില്ലാതെ നടക്കുന്ന പെണ്ണാണ് എങ്കിൽ, അവിടുന്ന് വൃത്തിയില്ലാതെ ഭംഗിയില്ലാതെ നടക്കുന്നവളാണോ അവളെ അടിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. വൃത്തിയില്ലാതെ നടക്കുന്നവളെ അടിക്കേണ്ടതാണ്, ഭംഗിയില്ലാതെ നടക്കുന്നവളെ അടിക്കേണ്ടതാണ്. കണ്ടോ ഇസ്ലാമിന്റെ നിയമം. അഞ്ചാമതായി പറയുന്നത് അഞ്ചാമതായി പറയുന്നു, ജനാബത്ത് കുളിക്കാത്ത പെണ്ണാണെങ്കിൽ, ജനാബത്ത് കുളിക്കാതെ നടക്കുന്ന പെണ്ണാണെങ്കിൽ അവളെയും അടിക്കേണ്ടതാണ്. അല്ലാതെ മറ്റു കാര്യങ്ങൾ ആവശ്യമില്ലാതെ പോയി അടിക്കരുത്. പക്ഷെ ഇതിൽ പറയുന്നത് ഭംഗിയില്ലാതെ നടക്കുന്ന പെണ്ണിനെ പുരുഷന്മാരെ മരിക്കുന്നത് വരെ ആ പെണ്ണുമൊത്ത് സന്തോഷത്തോടുകൂടെ ജീവിക്കണോ, റാഹത്തോടുകൂടെ ജീവിക്കണോ, അവരെ നിങ്ങൾ അടിച്ചുകൊണ്ട് ഭംഗിയുണ്ടാക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും ഞാനിവിടെ പറഞ്ഞു വരുന്നത്, എന്റെ നല്ലവരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഭർത്താക്കന്മാരെ പൊന്നുപോലെ നോക്കുന്നതും ഭർത്താക്കന്മാരുടെ പൊരുത്തം നേടുന്നതും ഭർത്താക്കന്മാരുടെ രൂപ സമ്പാദിക്കുന്നതും ഒരു വലിയ നേട്ടമാണ്. ഞാനിവിടെ നിങ്ങളോട് പറയുന്നു, ഈ 7 കാര്യം ഞാനിവിടെ വായിച്ചു കൽപ്പിച്ചെന്ന് മാത്രം, 7 വിശദീകരിക്കേണ്ടതാണ്. എന്നാൽ ഭർത്താക്കന്മാരുടെ മഹത്വം, ഇത് ഭർത്താക്കന്മാരോട് നിങ്ങൾ കാണിക്കേണ്ടുന്ന കടപ്പാടുകളിൽ ഞാൻ ചിലത് പറഞ്ഞതാണ്. പക്ഷെ ഭർത്താക്കന്മാരുടെ മഹത്വം കേട്ടാല് നെട്ടിപ്പോകും നമ്മളൊക്കെ. ഒരു പെണ്ണ് പൂർണ്ണമായും ഭർത്താവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന, ദീന് കൽപ്പിച്ച രൂപത്തിൽ ഭർത്താവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ച് പൊരുത്തം നേടിയാൽ ആ പെണ്ണിന് സ്വർഗത്തിൽ പാറിക്കളിക്കാമെന്നും ആ പെണ്ണിന് സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച നിരവധി ഹദീസുകൾ കാണാം. എത്രത്തോളം എന്നറിയോ ഉമ്മമാരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ കുന്തു ആമുറു അഹദൻ അൻ യസ്ജുദ ലി അഹദിൻ ലഅമറത്തുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ. ഞാൻ ഒരു മനുഷ്യനോട് കൽപ്പിക്കുന്നുവെങ്കിൽ വേറെ ഒരു മനുഷ്യന് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുന്നുവെങ്കിൽ അമർത്തുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ, ഒരു പെണ്ണിനോട് ഭർത്താവിന് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. പെണ്ണിനോട് ഭർത്താവിന് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. എന്താണ് എന്റെ നാട്ടുകാരെ പറഞ്ഞത്? ഭർത്താവ് എന്ന് പറയുന്നത് അത്രത്തോളം ഗൗരവമുള്ള ഒരു വ്യക്തിയാണ്, മഹത്വമുള്ള വ്യക്തിയാണ്. പക്ഷേ അല്ലാഹു അല്ലാത്ത ഒരടിമക്കും സുജൂദ് ചെയ്യാൻ പറ്റുകയില്ല, ഒരടിമക്കും സുജൂദ് ചെയ്യാൻ പറ്റുകയില്ല. ഞാൻ അങ്ങനെ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ഭാര്യ ഭർത്താവിന് സുജൂദ് ചെയ്യണമെന്ന് ഞാൻ പറയുമായിരുന്നു. വല്ലദീ നഫ്സീ ബിയദിഹി ലാ തുഅദ്ദിൽ മർഅതു ഹഖ്ഖ റബ്ബിഹാ ഹത്താ തുഅദ്ദിയ ഹഖ്ഖ സൗജിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്റെ വാല് കേൾക്കുന്ന നല്ലവരായ സ്ത്രീകളെ, സഹോദരിമാരെ, ലാ തുഅദ്ദിൽ മർഅതു, ഒരു പെണ്ണ്
ലാ തുഅദ്ദുൽ മർഅതു ഹഖ്ഖ റബ്ബിഹാ. ഒരു പെണ്ണ് ആ പെണ്ണിനെ പടച്ച റബ്ബിന്റെ ഹക്കിനെ വിട്ടുകയില്ല. ഹത്താ തുഅദ്ദിയ ഹഖ്ഖ സൗജിഹാ. ഭർത്താവിന്റെ ഹക്കുകൾ വീട്ടുന്നത് വരെ ഈ യജമാനനായ റബ്ബിന്റെ ഹക്ക് വീട്ടി എന്ന് ഒരു പെണ്ണിന് പറയാൻ പറ്റുകയില്ല. എന്റെ വഅദ് കേൾക്കുന്ന നല്ലവരായ സഹോദരി, എന്റെ വഅദ് കേൾക്കുന്ന സ്ത്രീകളെ, ഇതാരാണ് പഠിപ്പിക്കുന്നത്? കാരുണ്യത്തിന്റെ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാനിൽ 30 നോമ്പ് പിടിക്കുന്ന പെണ്ണ്, റമളാൻ മുഴുവനും നോമ്പ് പിടിക്കുന്നവൾ, ഫർളാക്കപ്പെട്ട നിസ്കാരം മുഴുവനും നിർവഹിക്കുന്നവൾ, അതുപോലെ ഫർളാക്കപ്പെട്ട ഹജ്ജ് നിർവഹിച്ച ഉമ്മയാണ്, ഹജ്ജുമ്മയാണ്, എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യുന്നവരാണ് എന്റെ ഉമ്മ. റസൂലുള്ളയാണ് പറയുന്നത്. സ്വർഗം എന്താണെന്ന് പഠിപ്പിച്ച, ഇബാദത്ത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ച, സ്വർഗത്തിലേക്ക് കടക്കാനുള്ള വഴി എന്തൊക്കെയാണെന്ന് പഠിപ്പിച്ചു തന്ന അഷ്റഫുൽ ഖൽഖാണ് പറയുന്നത്. ലാ തുഅദ്ദിൽ മർഅതു ഹത്താ ഹഖ്ഖ റബ്ബിഹാ ഹത്താ തുഅദ്ദിയ ഹഖ്ഖ സൗജിഹാ. ആ നിസ്കാരം അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ, ആ നോമ്പ് പടച്ച റബ്ബ് സ്വീകരിക്കണമെങ്കിൽ, അതുപോലെ മറ്റുള്ള അമലുകൾ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ആ പെണ്ണിന്റെ ഭർത്താവിന്റെ ഹക്ക് വീട്ടേണ്ടതാണ്. ഭർത്താവിന്റെ ഹക്ക് വീട്ടാതെ ഒരിക്കലും തന്നെ അത് സ്വീകരിക്കുകയില്ലെന്ന് പഠിപ്പിച്ചു പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ നല്ലവരായ സഹോദരി, യജമാനനായ റബ്ബിന്റെ ഹക്ക് വീട്ടിയെന്ന് പറയണോ? ഭർത്താവിന്റെ ഹക്ക് വീട്ടണം. ഭർത്താവിന്റെ മഹത്വം എത്രയുണ്ട് ഒന്ന് പഠിച്ചോളൂ എന്റെ സഹോദരിമാരെ. ഒരു ഭർത്താവിന്റെ ഹക്ക് വീട്ടാത്ത കാലത്തോളം എത്ര ഇബാദത്തെടുക്കുന്നവളും അവൾ ഇബാദത്തെടുത്തു എന്ന് അള്ളാഹുവിന്റെ കോടതിയിൽ പറയാൻ പറ്റുകയില്ല, പടച്ച റബ്ബിന്റെ കോടതിയിൽ പറയാൻ പറ്റുകയില്ല. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അയ്യുമംറഅത്തിൽ, കണ്ടോ ഇനി മറ്റൊരു ഭാഗം, അയ്യുമംറഅത്തിൽ മാതത് വസൗജുഹാ അൻഹാ റാലിൻ ദഖലത്തിൽ ജന്ന. ഏതെങ്കിലും ഒരു പെണ്ണ്, ആ പെണ്ണ് മരണപ്പെട്ടു, പക്ഷേ ഭാര്യ മരിച്ചപ്പോ വസൗജുഹാ അൻഹാ റാലിൽ, ഭാര്യ മരിച്ച പെണ്ണിന് രക്ഷപ്പെടണോ, സ്വർഗം വേണോ? പെണ്ണിന്റെ ഭർത്താവിലേക്ക് നോക്കുന്നു. ആ ഭർത്താവ് പെണ്ണിനോട് ദേഷ്യം പിടിച്ചപ്പെടാണോ? ഈ പെണ്ണ് മരിക്കുന്ന സമയത്ത് ഭർത്താവിന് പെണ്ണിനോട് വെറുപ്പാണോ ഉള്ളത്? അതോ ഭർത്താവിന് ഭാര്യയോട് സ്നേഹമാണോ ഉള്ളത്? ഭർത്താവിന്റെ തൃപ്തി നേടിക്കൊണ്ടാണോ ആ പെണ്ണ് മരിച്ചത്? അതോ വെറുപ്പ് നേടിക്കൊണ്ടാണോ? വഹുവറാദിൽ വസൗജുഹാ അൻഹാ റാദിൽ ദഖലത്തിൽ ജന്ന. ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, സ്വഹീഹായ ഹദീസിൽ കാണാം, ഭർത്താവ് തൃപ്തിപ്പെട്ട നിലക്കാണോ പെണ്ണ് മരിക്കുന്നത്, ആ പെണ്ണ് സ്വർഗത്തിലാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ ചൊല്ലൂ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തോട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചു പോയ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിവരിക്കുകയാണ്. മാത്രമല്ല, അതേ നേതാവ് തന്നെ പറയുന്നു, എത്ര നല്ല ആബിദത്തായ പെണ്ണാണ് എങ്കിലും ലാ യൻദുറുല്ലാഹു തആല ഇലംറഅത്തിൽ ലാ തശ്കുറു ലിസൗജിഹാ. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം ഒരു പെണ്ണിലേക്ക് നോക്കുകയില്ല. എങ്ങനെയുള്ള പെണ്ണ്? ലാ തശ്കുറു ലിസൗജിഹാ, അവളുടെ ഭർത്താവിന് നന്ദി കാണിക്കാത്ത പെണ്ണ്, ഭർത്താവിന് നന്ദി കാണിക്കാത്ത, ശുക്ർ കാണിക്കാത്ത പെണ്ണിലേക്ക് പടച്ച റബ്ബിന്റെ റഹ്മത്തിന്റെ നോട്ടമില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വലിയ ആബിദത്താണ്, കഅബത്തിന്റെ കല്ല പിടിച്ചവളാണ്, ഫർള് നോമ്പ് പിടിക്കുന്നവളാണ്, എല്ലാം ചെയ്യുന്നവളാണ്. പക്ഷേ ഭർത്താവിൽ ശുക്ർ കാണിക്കാത്ത പെണ്ണാണ്. ആ പെണ്ണിലേക്ക് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടമില്ല. എന്റെ ഉമ്മമാരെ നോക്കൂ നിങ്ങൾ. അങ്ങനെ 50ഓളം ഹദീസുകളാണ് ഞാനിപ്പോ എഴുതിക്കൊണ്ടുവന്ന 50ഓളം ഹദീസുകളിൽ. അപ്പുറത്ത് വേറെയുണ്ട്, ധാരാളമുണ്ട്. എനിക്കിന്റെ വിവരമനുസരിച്ച്, ഞാനുള്ള സമയമനുസരിച്ച് 50 ഹദീസുകൾ എഴുതിക്കൊണ്ടുവന്നു. എത്ര ഹദീസുകള്. മാത്രമല്ല അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉഖ്ബിറുക്കും ബിനിസാഇക്കും ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾക്കൊന്ന് അറിയിച്ചു തരട്ടെയോ? നിങ്ങളുടെ ഭാര്യമാർ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. ബിനിസാഇക്കും, നിങ്ങളുടെ ഭാര്യമാരെ, സ്വർഗ്ഗത്തിലുള്ള ഭാര്യമാരെ. ബലാ യാ റസൂലല്ലാഹ്, അതേ നബിയേ. ബദൂദുൻ ബലൂദ്, നല്ലവണ്ണം സ്നേഹിക്കുന്നവൾ, ഭർത്താവിനെ വല്ലാതെ സ്നേഹിക്കുന്നവൾ. ബലൂദ്, വല്ലാതെ പ്രസവിക്കുന്നവളുമാണ്. ഒന്നിലും രണ്ടിനും ചുരുക്കുന്നില്ല സ്ത്രീകളെ. വല്ലാതെ പ്രസവിക്കുന്നവളുമാണ്, നിർത്തുന്നില്ല. ഇദാ ഗളബ അലൈഹാ, അവരുടെ മേൽ ഭർത്താവ് ദേഷ്യം പിടിച്ചാൽ, ഹാദിഹി യദീ ഫീ യദിക ലാ അക്തഹിലു ഹത്താ തർളാ. സുബ്ഹാനല്ലാഹ്. ഈ പെണ്ണ് പറയാ, ഭർത്താവ് ദേഷ്യം പിടിച്ചാൽ, ഭാര്യയോട് ദേഷ്യം പിടിച്ചു പോയാൽ ഉടൻ പെണ്ണ് പറയുന്നു, ലാ ഹാദിഹി യദീ, ഇതാ എന്റെ കൈയാണത്, പിടിച്ചോളൂ നിങ്ങളുടെ കയ്യിൽ. ലാ അക്തഹിലു ഹത്താ തർളാ, നിങ്ങൾ തൃപ്തിപ്പെട്ടു എന്ന് പറയുന്നത് വരെ ഞാൻ എന്റെ കൈ കൊണ്ടൊന്നും ചെയ്യില്ല. ഞാൻ സുറുമയിടുകയില്ല, ഞാനൊന്നും പ്രവർത്തിക്കുകയില്ല, ഞാൻ ഭക്ഷണം കഴിക്കുകയില്ല, ഒരു തുള്ളി വെള്ളം കുടിക്കുകയില്ല. അവിടുന്ന് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നു, മുഹദ്ദിസുകൾ വ്യാഖ്യാനം കൊടുക്കുന്നു. ഇതാ എന്റെ കൈ പിടിച്ചോ, നിങ്ങളുടെ തൃപ്തി കിട്ടുന്നത് വരെ ഒരു തുള്ളി വെള്ളം കുടിക്കുകയില്ല എന്ന് പറയുന്ന പെണ്ണ് സ്വർഗ്ഗത്തിലെ പെണ്ണാൻ, സ്വർഗ്ഗത്തിലെ പെണ്ണാൻ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുവെങ്കിൽ, എന്റെ സഹോദരിമാരെ, യാ മഅ്ശറൻ നിസാ, അഷ്റഫുൽ ഖൽഖ് വീണ്ടും അതാ പഠിപ്പിക്കുന്നു, യാ മഅ്ശറൻ നിസാ, സ്ത്രീ സംഘമേ, സ്ത്രീ സമൂഹമേ, ലൗ തഅലംന, നിങ്ങളെങ്ങാനും അറിയുന്നുവെങ്കിൽ, ബിഹഖ് അസ്വാജികുന്ന അലൈകുന്ന, നിങ്ങളുടെ ഭർത്താവിന് നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ടുന്ന ഹക്കുകൾ നിങ്ങളെങ്ങാനും അറിഞ്ഞാൽ, ലജഅലത്തുൽ മർഅതു മിൻകുന്ന, നിങ്ങളിൽപ്പെട്ടൊരു പെണ്ണ്, തംസഹുൽ ഗുബാർ അൻ ഖദമൈ സൗജിഹാ ബിഹുർരി വജ്ഹിഹാ, ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ടുന്ന ബാധ്യതകൾ, ഭർത്താവിന്റെ മുന്നിൽ ചെയ്തു കൊടുക്കേണ്ടുന്ന ഹക്കുകൾ വല്ല പെണ്ണും അറിയുന്നുവെങ്കിൽ, മാഷാ അല്ലാ, ഭർത്താവിന്റെ കാലിന്റെ ചുവട്ടിലുള്ള മണ്ണ്, പെണ്ണേ നിന്റെ മുഖത്തുള്ള ആ നല്ല മുഖത്തിൽ കവിളത്തടം കൊണ്ട്, നിങ്ങളുടെ കവിളത്തടം കൊണ്ട് നിങ്ങൾ ആ മണ്ണ് എടുത്തു മാറ്റുന്നതാ. സുബ്ഹാനല്ലാഹ്. ലജഅലത്തുൽ മർഅതു മിൻകുന്ന, നിങ്ങളിൽപ്പെട്ടൊരു പെണ്ണ് തുടങ്ങും, തംസഹു, അവൾ തടയാൻ, അൽ ഗുബാറ അൻ ഖദമൈ സൗജിഹാ, ആ പെണ്ണിന്റെ ഭർത്താവിന്റെ ചെരുപ്പിന്റെ ചുവട്ടിലുള്ള മണ്ണ് അത് തടയുന്നതാണ്, അത് തട്ടിമാറ്റുന്നതാണ്. എന്തുകൊണ്ട്? ബിഹുർരി വജ്ഹിഹാ, ആ പെണ്ണിന്റെ മുഖപ്രസന്നത കൊണ്ട്, ആ പെണ്ണിന്റെ കവിൾത്തടം കൊണ്ട്,
ഭർത്താവിന്റെ കാലിന്റെ ചെരുപ്പിന്റെ ചുവട്ടിലുള്ള, ഭർത്താവ് ധരിച്ച ചെരുപ്പിന്റെ ചുവട്ടിലുള്ള മണ്ണ് ആ പെണ്ണിന്റെ കവിളത്തടം കൊണ്ട് അത് തടുക്കുന്നതാണ്, എടുത്തു മാറ്റുന്നതാണ്, അത് തടയുന്നതാണ്. ഇത് പഠിപ്പിച്ചു പോയ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഅദ് കേൾക്കുന്ന ഉമ്മമാരെ, എന്റെ വഅദ് കേൾക്കുന്ന സ്ത്രീകളെ, എന്താണ് നബി തങ്ങൾ പറയുന്നത്? ഒരു ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ടുന്ന ബാധ്യതകൾ വല്ല പെണ്ണും അറിഞ്ഞാൽ എത്രമാത്രമുണ്ട് നമ്മുടെ ഭർത്താവ്, എത്രമാത്രമുണ്ട് നമ്മുടെ ഭർത്താവ്, അത് വല്ല പെണ്ണും അറിയുന്നുവെങ്കിൽ, പെണ്ണേ, നിന്റെ ഭർത്താവ് ധരിച്ച ചെരുപ്പിന്റെ ചുവട്ടിലുള്ള മണ്ണ് നിന്റെ കവിൾത്തടം കൊണ്ട് അത് തുടക്കേണ്ടി വരും, തടുക്കേണ്ടി വരും, അത് തട്ടിമാറ്റേണ്ടി വരുന്നതാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് ഭർത്താവിന് കൊടുത്ത മഹത്വം, പദവിയുടെ ഖദർ എത്രയാണ് കഴിയുന്നില്ല. വഅൻ ഖതാദ റളിയല്ലാഹു അൻഹു അവ്വലു മാ യുസ്അലുൽ മർഅതു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഒരു പെണ്ണിനോട് ആദ്യമായി ചോദിക്കപ്പെടുന്നത് അൻ സലാത്തിഹാ. റസൂലുള്ളാഹി പറയുന്നു, എന്റെ സഹോദരി, അവ്വലു മാ യുസ്അലുൽ മർഅതു യൗമൽ ഖിയാമത്തി അൻ സലാത്തിഹാ സുമ്മ അൻ ഹഖ് സൗജിഹാ. എന്റെ സഹോദരിമാരെ, അവ്വലു മാ യുസ്അലുൽ മർഅതു, ആദ്യമായി അന്ത്യദിനത്തിൽ കോടാനക്കോടി ആളുകൾ തടിച്ചൂടി നിൽക്കുന്ന യജമാനനായ റബ്ബിന്റെ കോടതിയിൽ അല്ലാഹു ഒരു പെണ്ണിനോട് ആദ്യം ചോദിക്കുന്നത്, നീ ഫർള് നിസ്കാരം ഖലാ ആക്കിയോ? നിന്റെ നിസ്കാരം നീ ഖലാ ആക്കിയോ? നിസ്കാരത്തെ കുറിച്ച് ചോദിച്ചാൽ രണ്ടാമതായി പെണ്ണിനോട് ചോദിക്കുന്നത് സുമ്മ അൻ ഹഖ് സൗജിഹാ, ആ തിരിയാൻ മറിയാൻ കഴിയാത്ത മണ്ണറയിൽ കിടന്നിട്ട് അവിടെ നിന്ന് പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് പോകുമ്പോ രണ്ടാമത്തെ ചോദ്യം അവിടെ വെച്ച് ചോദിക്കുന്നത്, നിന്റെ ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ടുന്ന ഹക്കുകളിൽ വീഴ്ച വരുത്തിയോ? ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ടുന്ന ഹക്കുകളിൽ വല്ല വീഴ്ചയും വരുത്തിയോ മോളെ? ഇതാണ് ഉമ്മമാരെ മഹ്ശറിൽ അല്ലാഹുവിന്റെ കോടതിയിൽ പടച്ച റബ്ബ് മലായികത്ത് മുഖേന ചോദിക്കുക എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുവെങ്കിൽ, വല്ല പെണ്ണും ഭർത്താവിന്റെ വീട് വിട്ട് ഭർത്താവിനോട് മിണ്ടാതെ പോയാൽ, ഇദാ ഹറബത്തിൽ മർഅതു, ഇദാ ഹറബത്തിൽ മർഅതു മിൻ ബൈതി സൗജിഹാ, ഭർത്താവിന്റെ വീട്ടിൽ നിന്നൊരു പെണ്ണ് ഓടിയാൽ ലം തുഖ്ബൽ ലഹാ സ്വലാ, ആ പെണ്ണിന്റെ ഒന്നും സ്വീകരിക്കില്ല. ഹത്താ തർജിഅ, അവൾ മടങ്ങി വരണം. വതലഅ യദഹാ, അവളുടെ കൈ വെക്കണം. ഫിയദിഹി, നബി തങ്ങൾ അവിടുത്തെ ഭർത്താവിന്റെ കയ്യിൽ കൊടുക്കണം. വതഖൂൽ, വതഖൂല, എന്നിട്ട് അവൾ പറയണം, ഇസ്നഉ മാ ശിഅത, ഇസ്നഉ മാ ശിഅത, തല്ലിക്കൊല്ലണോ തല്ലിക്കൊന്നോളൂ, അടിക്കണോ അടിച്ചോളൂ, എന്നെ ചവിട്ടണോ ചവിട്ടിക്കോളൂ, എന്നെ കൊന്നുകളയണോ കൊന്നുകളഞ്ഞോളൂ, വേണ്ടത് ചെയ്യാം ഭർത്താവേ. പറ്റിപ്പോയതാണ് ഭർത്താവേ, ഞാനത്ര ഗൗരവം ഓർത്തില്ല, അത്ര വിവരമില്ലാതെ ചെയ്തു പോയി, എന്നെ അടിച്ചു കൊന്നാലും അവിടുത്തെ പൊരുത്തം എനിക്ക് നൽകണേ. അവിടുന്ന് എന്നെ വെറുക്കല്ല, അവിടുത്തെ കാലിന്റെ ചുവട്ടിലാണ് എന്റെ സ്വർഗമുള്ളത്. ഇത് പറയാതെ ഒരു പെണ്ണിന്റെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കുകയില്ല. എന്റെ സ്ത്രീകളെ കേട്ടോളൂ, ഞാൻ ഈ പ്രസംഗം നിർത്താം, നീട്ടുന്നില്ല, ഈ ബഅദ് പ്രഭാഷണം നിർത്തട്ടെ. സുബ്ഹാനല്ലാഹ്. വജാഅത് ഇംറഅത്തുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ അരികിലേക്ക് ഒരു പെണ്ണ് വന്നു. ലഹാജത്തിനൊരു മസ്അല ചോദിച്ചുകൊണ്ട് ഒരു വിഷയമായി വരികയാണ്. ഫലമ്മാ ഫറഗ മിൻ ഹജതിഹാ, ആ പെണ്ണ് ചോദിച്ചു പോകാൻ നിൽക്കുമ്പോ, അദഅതു സൗജിൻ അൻതി, അഷ്റഫുൽ ഖൽഖ് പെണ്ണിനോട്, കല്യാണം കഴിച്ചവളാണോ
ഖാലത് നഅം ഖാല ഫകൈഫ അൻതി ലഹു. മോളെ, നിങ്ങളും നിങ്ങളുടെ ഭർത്താവും എങ്ങനെയാണ്? വല്ല പ്രശ്നമുണ്ടോ, അകൽച്ചയുണ്ടോ, സ്നേഹമില്ലായ്മയുണ്ടോ? ദീന് പഠിക്കാൻ വേണ്ടി മദീനയിൽ ഒരു പെണ്ണ് വന്ന് നബി തങ്ങളോട് മസ്അല ചോദിച്ചു പോകുമ്പോ അല്ലാഹുവിന്റെ ഹബീബ പെണ്ണിനെ വിളിച്ച് അദാത്തു സൗജിൽ, വിവാഹിതയാണോ? നഅം യാ റസൂലല്ലാഹ്, നബിയെ കല്യാണം കഴിച്ചിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവും എങ്ങനെയാണ്? തങ്ങളെ മാ ഉഖസ്സുറു ഫീ ഹഖ്ഖിഹി, എന്റെ ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ടുന്ന ഇടപാടിൽ, ബാധ്യതയിൽ, ഹക്കുകളിൽ ഒരു വീഴ്ചയും ഞാൻ വരുത്തിയിട്ടില്ല നബിയേ. ഇത് പറയുന്ന സമയത്ത് ഖാൽ, നബി തങ്ങൾ പറയുന്നു, ഫൻദുരി ഐന അൻതി മഅഹു, എങ്ങനെയാണ് നീ നിന്റെ ഭർത്താവിന്റെ കൂടെ? സ്നേഹമൊട്ടോടുകൂടെയാണോ ഇല്ലാതെയാണോ? ഫഇന്നഹു ജന്നതുകി വനാറുകി. 10 ലക്ഷം ഹദീസ് മനപ്പാഠമാക്കിയ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് സ്വഹീഹാണെന്ന് പറയുന്നു. ഇതിന്റെ പരമ്പര സ്വഹീഹാണെന്ന് പറയുന്നു. ഫഇന്നഹു ജന്നതുകി വനാറുകി, അത് നിന്റെ സ്വർഗവും നരകവുമാണ്. സ്വർഗമെങ്ങനെയാണ് തൃപ്തിയോടെ മരിച്ചാൽ, നരകമെങ്ങനെയാണ് ഭർത്താവിന്റെ സുഹൃത്ത് ദേഷ്യത്തോടുകൂടെ, ഭർത്താവിന്റെ റിളയില്ലാതെ മരിച്ചാൽ ആ പെണ്ണ് നരകത്തിലാണ്. മോളെ ശ്രദ്ധിച്ചോളൂ, നിന്റെ സ്വർഗവും നരകവും കിടക്കുന്നത് നിന്റെ ഭർത്താവിന്റെ ചുവട്ടിലാണ്. ഫഇന്നഹു ജന്നതുകി വനാറുകി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുവെങ്കിൽ, എന്റെ വഅദ് കേൾക്കുന്ന സഹോദരീ, ഈ നാട്ടിലെ ഉമ്മമാരെ, ഈ പ്രഭാഷണം നമുക്ക് നിർത്താം. അവസാനമായി ഞാൻ എൻ്റെ ഉമ്മമാരോടൊരു വാക്ക് പറയുന്നു. ഏതു സമയത്തും ഭർത്താക്കന്മാർക്ക് ദുആ ചെയ്താൽ അത് വല്ലാത്ത ഇബാദത്താണ്. ഭർത്താവിന് ആഫിയത്ത് കൊടുക്കണേ അല്ലാ, എൻ്റെ ഭർത്താവിന്റെ കടമൊക്കെ വീട്ടിക്കൊടുക്കണേ അല്ലാ, എൻ്റെ ഭർത്താവിന് ഒരു വിഷവും നീ കൊടുക്കല്ല അല്ലാ, ഭർത്താവിനെ ഒരാഫത്തിലും നീ പെടുത്തല്ല റബ്ബേ, എന്റെ ഗൾഫിലുള്ള ഭർത്താവിനെ ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ എന്നിങ്ങനെ പറഞ്ഞ് എപ്പോഴും ഭർത്താവിന് ഭാര്യ ദുആ ചെയ്യുന്നത് അത് വല്ലാത്ത ഇബാദത്താണ്. അൽ മർഅതു ഇദാ സ്വല്ലത്ത് വലം വൽ മർഅതു ഇദാ സ്വല്ലത്ത്, പെണ്ണ് നല്ല നിസ്കരിക്കുന്നവളാണ്. ഒരു പെണ്ണതാ നിസ്കരിക്കുന്നവളും നോമ്പ് പിടിക്കുന്നവളുമാണ്. പക്ഷേ വലം തദ്ഉ ലി സൗജിഹാ, ഭർത്താവിന് ദുആ ചെയ്യാത്ത പെണ്ണാണ്. ഭർത്താവ് കാണാത്ത സ്ഥലത്ത് വെച്ച് ദുആ ചെയ്യണം. ഭർത്താവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഭർത്താവിന്റെ മദ്ഹ് പറഞ്ഞത് കൊണ്ടായില്ല. ഭർത്താവ് ഇല്ലാത്ത സ്ഥലത്ത് വെച്ചുകൊണ്ട്, ഭർത്താവ് കിടന്നുറങ്ങുമ്പോൾ ഒറ്റക്ക് എഴുന്നേറ്റിരുന്നുകൊണ്ട് ദുആ ചെയ്യണം. അങ്ങനെ നിസ്കരിച്ച പെണ്ണ് ഭർത്താവിന് ദുആ ചെയ്യാതെ നിസ്കാരം മുഴുവനാക്കി ഈ എഴുന്നേറ്റ് പോയാൽ റുദ്ദത്ത് അലൈഹാ സ്വലാത്തുഹാ, അവളുടെ നിസ്കാരത്തെ മുടക്കപ്പെടുന്നു. പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് എത്തുന്നില്ല. ഹത്താ തദ്ഉ ലി സൗജിഹാ, ഹത്താ തദ്ഉ ലി സൗജിഹാ, ആ ഭർത്താവിന് ഹത്താ തദ്ഉ ലി സൗജിഹാ, ഭർത്താവിന് ദുആ ചെയ്യുന്നത് വരെ പെണ്ണിന്റെ ഇബാദത്തുകൾ മേപ്പോട്ട് ഉയരുകയില്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുവെങ്കിൽ, ഉമ്മമാരെ, ഭർത്താക്കന്മാർക്ക് എപ്പോഴും ദുആ ചെയ്യുന്നത് പുഞ്ചിരിക്കാനും ആഖിറത്തിൽ പുഞ്ചിരിക്കാനും ഭർത്താവിന്റെ പൊരുത്തം നേടി മരിക്കാൻ നല്ലൊരു അവസരമാണ്. അത് നഷ്ടപ്പെടുത്തരുത് എന്ന് ഞാൻ എൻ്റെ ഉമ്മപെങ്ങന്മാരോട് പറഞ്ഞ്, കല്യാണം കഴിച്ച കുട്ടികളോട്, കല്യാണം കഴിച്ച ജ്യേഷ്ഠ സഹോദരങ്ങളോട്, പ്രായം ചെന്നവരോട് അവസാനമായി ഒരു വാക്ക് പറയട്ടെ. എന്റെ സഹോദരങ്ങളെ, അല്ലാഹു തആല ചാട്ടവാറുകൊണ്ട് മലായികത്ത് മുഖേന ഭർത്താക്കന്മാരെ അടിക്കുമെങ്കിൽ, അടിക്കാൻ കൽപ്പിക്കുമെങ്കിൽ വല്ലാത്ത ശിക്ഷ ഭർത്താക്കന്മാർക്ക് അല്ലാഹു കൊടുക്കുന്ന രംഗങ്ങൾ മഹാന്മാര് പഠിപ്പിക്കുകയാണ്. ഭാര്യമാരെ ഒറ്റയ്ക്ക് യാത്ര പറഞ്ഞേക്കുന്ന ഭർത്താവിന് വല്ലാത്ത ശിക്ഷയാണ്. നമ്മുടെ ഭാര്യമാരെ
അവളുടെ വീട്ടിലേക്ക് പോലും ഒറ്റയ്ക്ക് യാത്ര പറഞ്ഞേക്കരുത്. ഇന്ന് ഗൾഫിലേക്കൊക്കെ മറ്റൊരുത്തന്റെ കൂടെ യാത്ര പറഞ്ഞേക്കുന്നത്, ഏതോ സുഹൃത്തിന്റെ കൂടെ. എന്നിട്ട് അബുദാബിയിലേക്ക് പോകുന്ന പെണ്ണ് ഷാർജയിൽ പോയി, അതല്ലെങ്കിൽ അബുദാബിയിലേക്ക് പോകുന്ന പെണ്ണ് ഒമാനിൽ ഒരു ദിവസം തങ്ങിയിട്ട് ആരുടെ കൂടെയാണ്? എടോ എന്റെ സഹോദരാ, എന്റെ ദീനിന്റെ പടയാളികളെ, ഇത് ഗൾഫുകാരായ സഹോദരങ്ങളിലാണ് കൂടുതലും കണ്ടുവരുന്നത്. സ്വന്തം ഭാര്യയെ ഏതോ കൂട്ടുകാരന്റെ കൂടെ ഗൾഫിലേക്ക് ഒരു വിസയും കൊടുത്തിട്ട്, എന്റെ ചെറുപ്പക്കാരെ ചാരിത്ര ശുദ്ധി നഷ്ടപ്പെടുത്തിയിട്ട് അഭിമാനം കളഞ്ഞു കുളിച്ചിട്ട്, എന്തൊരു ഭാര്യ ജീവിതമാണ്, ഭർത്തൃ ജീവിതമാണ്, ദാമ്പത്യ ജീവിതമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ പടർന്നു പിടിച്ചിരിക്കുകയാണ്. മറ്റുള്ളവരുടെ കൂടെ ഒരു വിസയും കൊടുത്തിട്ട് എന്ത് സംഭവിച്ചാലും ശരി, വല്ലാത്തൊരു വിശ്വാസം. എന്നിട്ട് അവർ ചിരിച്ച് കളിച്ച് മറ്റു കൂട്ടുകാരന്റെ കൂടെ കളിച്ച് ചിരിച്ച് ഉല്ലസിച്ചുകൊണ്ട് ഒരു ദിവസം എവിടെയോ തങ്ങിയിട്ട് വരുന്നവര്, തങ്ങാതെ വരുന്നവര്, എന്തോ ആവട്ടെ, ഭാര്യയെ ഒറ്റയ്ക്ക് യാത്ര പറഞ്ഞേക്കുന്ന ഭർത്താവിന് കഠിനമായ ശിക്ഷയുണ്ട്. ഭർത്താവിന്റെ അനുജന്റെ കൂടെയോ ഭർത്താവിന്റെ അനുജന്റെ കൂടെ അല്ലെങ്കിൽ ജ്യേഷ്ഠന്റെ കൂടെ ബൈക്കിൽ പറ്റിപ്പിടിച്ച് യാത്ര പറഞ്ഞു നിൽക്കുന്ന, ബൈക്കിൽ ഭർത്താവിന്റെ അനുജന്റെ കൂടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ കുടുംബത്തിൽ ഒരു ബന്ധവുമില്ലാത്ത വിട്ട കുടുംബത്തിൽ ആരുടെങ്കിലും കൂടെ, ഏതോ അവൻ ഭർത്താവിന്റെ കുടുംബത്തിൽപ്പെട്ടവനാണ്, അല്ലെങ്കിൽ ഭാര്യ കുടുംബത്തിൽ ഏതോ ഒരു ജാതി, ഒരു മഹറമ ബന്ധം ഒന്നുമില്ലാത്ത അവന്റെ കൂടെ ഭാര്യയെ ബൈക്കിൽ പറ്റിപ്പിടിച്ച് യാത്ര പറഞ്ഞേക്കുന്നത് അല്ലെങ്കിൽ കാറിൽ യാത്ര പറഞ്ഞേക്കുന്നത്, എന്റെ പുരുഷന്മാരെ, വല്ലാത്ത അപകടമാണ്, വലിയ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് പണ്ഡിത മഹത്തുക്കൾ വിവരിക്കുന്നു. ഭാര്യയെ മറ്റൊരുത്തന്റെ കൂടെ ഗൾഫിലേക്ക് പറഞ്ഞേക്കുന്നതും ഭാര്യയെ ഇന്റർവ്യൂ ചെയ്യുന്ന ചാനലുകൾ, ഭാര്യമാരെ നഊദു ബില്ലാഹ്, കല്യാണ സദസ്സുകളില് അടുക്കളയിൽ വന്നുകൊണ്ട് ഭാര്യയോട് സംസാരിക്കുന്നു. ഭാര്യയെ എന്തു ചെയ്താലും, ഫോട്ടോഗ്രാഫർ എന്ത് ചെയ്താലും ഒരു പ്രശ്നമില്ല. ആ നിലക്ക് സ്വതന്ത്രമായി അടിച്ചുവിടുന്നത്, അങ്ങനെയുള്ള പുരുഷന്മാർക്ക് കഠിനമായ ശിക്ഷയുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ സ്ത്രീകൾ ടെലിഫോൺ എടുക്കുന്നത്, അതിന് നിബന്ധനകളുണ്ട്. പുരുഷന്മാരാണത് ശ്രദ്ധിക്കേണ്ടത്, പുരുഷന്മാരാണ് ആ ഭാഗങ്ങളൊക്കെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ രോഗം വരുമ്പോഴേക്കും ഭാര്യയ്ക്ക് ഗർഭമുണ്ടോ ഒരു തോന്നല്, അപ്പൊ തുടങ്ങി ഡോക്ടർമാരുടെ അരികിലേക്ക്, ഹോസ്പിറ്റലിലേക്ക്, പ്രസവിക്കുന്നത് വരെ 10 മാസം യാത്ര തന്നെയാണ്, രാവും പകലുമില്ലാതെ. ഈ പെണ്ണ് ഡോക്ടർമാരെ, ഏതെങ്കിലും ഒരു ഡോക്ടറെ, സുബ്ഹാനല്ലാഹ്, നാട്ടിൽ പെൺ ഡോക്ടർ ഇല്ലെങ്കിൽ, പെണ്ണ് ഇല്ലെങ്കിലേ ചികിത്സിക്കാൻ പറ്റിയ, പെണ്ണില്ലെങ്കിലാണ് പുരുഷ ഡോക്ടറിലേക്ക് പോകാൻ പറ്റൂ. ഇന്ന് ഏതെങ്കിലും ഒരു പെണ്ണ് കാണാൻ പോയി, ആ ഡോക്ടറെ ഇഷ്ടപ്പെട്ടു, എപ്പോഴും അങ്ങോട്ട് ആ ഡോക്ടർ അരികിലേക്ക്, അതും ആഴ്ചയിൽ 2-3 ഓരോ ദിവസവും അങ്ങാടി ചുറ്റുന്ന പെണ്ണുകള്, സ്ത്രീകള്, പുരുഷന്മാരെ, നാമാണ് അതൊക്കെ ശ്രദ്ധിക്കേണ്ടത്. ഭാര്യമാരെ ചുറ്റാൻ വിടരുത്. ഭാര്യമാരെ ഡോക്ടറെ കാണാൻ വേണ്ടി ഒരു ഹോബിയായി അവർക്ക് അങ്ങാടിയിലേക്ക് പോകുന്നത്, അവർക്ക് ആശുപത്രിയിലേക്ക് പോകുന്നത്, അവർക്ക് ഡോക്ടറെ കാണാൻ പോകുന്നത് വലിയ സന്തോഷമുള്ളതാണ്. അത് സൂക്ഷിക്കണമെന്ന് ഞാനിവിടെ പറയുന്നു. മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഭാര്യമാരുടെ കയ്യിൽ നല്ലതുപോലെ കാശ് കൊടുത്തിട്ട് എന്തും ചെയ്യാൻ. പെണ്ണുങ്ങൾ ഭാര്യയുടെ കയ്യിൽ കാശ് കൊടുത്താൽ ആ പെണ്ണ് നശിക്കും. അത്യാവശ്യത്തിനല്ലാതെ, ഉറപ്പുണ്ടെങ്കിലല്ലാതെ ഭാര്യമാരുടെ കയ്യിൽ കാശ് കൊടുത്തുകൊണ്ടുള്ളത് എല്ലാം ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഈ സമയം എന്റെ സഹോദരങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പുരുഷന്മാരോട് പറയേണ്ടതുണ്ട്. സമയം വൈകിയതുകൊണ്ട് മറ്റവസരത്തിൽ കാണാമെന്ന് ഓർമ്മപ്പെടുത്തി. എന്റെ വാല് കേൾക്കുന്ന ഉമ്മമാരെ, നമ്മുടെ ഭർത്താക്കന്മാരെ അണച്ചുകൂട്ടിക്കൊണ്ട് എപ്പോഴും ഭർത്താക്കന്മാർക്ക് വേണ്ടി ദുആ ചെയ്ത് അവരുടെ പൊരുത്തം നേടി പൂർണ്ണമായും അവരെ വഴിപ്പെട്ട് അവർക്ക് ദീനിയായി ജീവിക്കാനുള്ള ചുറ്റുപാടുകൾ ഭർത്താക്കന്മാർക്ക് ഉണ്ടാക്കിക്കൊടുത്ത്, സുബ്ഹാനല്ലാഹ്, എന്റെ സഹോദരിമാരെ, നമ്മുടെ ഭർത്താക്കന്മാർ അവർ താടി വെച്ചുകൊണ്ട് നടക്കുന്നത്, അൽഹംദുലില്ലാഹ്, സ്ത്രീകളെ അത് ഇഷ്ടപ്പെടുന്നത് ഒരു സ്വാലിഹത്തായ പെണ്ണിന്റെ അടയാളമാണ്. താടി വെടിക്കുന്നവർ വിരലുകൾ കടിക്കുന്ന ദിവസം എന്ന് പറഞ്ഞ് ഞാനൊരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. നമ്മുടെ ഭർത്താക്കന്മാരെ ഒന്ന് കേൾപ്പിക്കുക. ഉമ്മമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരെ ആ പ്രഭാഷണം ഒന്ന് കേൾപ്പിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പൂർണ്ണ
പൂർണ്ണമായും ദീനിയായി വളരാൻ എൻ്റെ സഹോദരിമാർ, എൻ്റെ ഈമാനുള്ള ഉമ്മമാർ, അതൊരു വല്ലാത്ത രംഗങ്ങളാണ്. ഞാനിതാ സമയം വൈകി ആയിഷ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഭർത്താവിനോട് പറഞ്ഞുകൊണ്ട് അവസാനമായി കണ്ണുനീരൊടുക്കിയത് ഷഫീഇനി യാ ഫാത്തിമ, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിയാതെ വല്ലപ്പോഴും എന്നെ വിളിച്ചാൽ പെട്ടെന്ന് ഉത്തരം കൊടുക്കാതെ ചില ഘട്ടങ്ങളിലൊക്കെ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ എന്ന് പറയുമ്പോ അവിടുന്ന് പറയുകയാണ്, ഫാത്തിമ, ഞാൻ പൊരുത്തപ്പെടണമെങ്കിൽ നിങ്ങളുടെ ബാപ്പയുമൊത്ത് ഉമ്മയുമൊത്ത് ഈ മക്കളുമൊത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഈ പാവപ്പെട്ട അലിയെ നരകത്തിലേക്ക് മലായിക്കത്ത് വലിക്കുന്നത് കണ്ടാൽ ഷഫീഇനി യാ ഫാത്തിമ, എൻ്റെ കരളെ, നിങ്ങളൊക്കെ സ്വർഗത്തിലേക്ക് പാറിക്കളിക്കാൻ പോകുമ്പോ ഈ പാവപ്പെട്ടവന്റെ കൈയൊന്ന് പിടിക്കുമോ, എനിക്കൊരു ശഫാഅത്ത് ചെയ്യുമോ എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട ഭർത്താവ് ഭാര്യയുടെ കവിളത്ത് ചുംബിച്ചുകൊണ്ട് ആവശ്യപ്പെടുന്നുവെങ്കിൽ സുബ്ഹാനല്ലാഹ്, അതാണ് ദമ്പതികൾ. എൻ്റെ ഉമ്മമാരെ, ആ ഭാഗമൊന്ന് ശ്രദ്ധിക്കണം. എന്നെ നിങ്ങൾ ഒരിക്കൽ വിശന്നിട്ട് നിൽക്കുന്ന സമയത്ത് വിളിച്ചപ്പോ ഞാൻ പെട്ടെന്ന് വരാൻ കഴിഞ്ഞില്ലല്ലോ. ഇത് പറയുന്നത് റസൂലുള്ളാഹിന്റെ പൊന്നുമകളാൻ, അവിടുത്തെ കരളാൻ. ആ ഭാഗം ഓർക്കണമെന്ന് ഓർമ്മപ്പെടുത്തി അല്ലാഹു സജ്ജനങ്ങളിൽ സ്വാലിഹീങ്ങളിൽ നമ്മയൊക്കെ പെടുത്തി തെരുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അർഹമുർ-റഹീമായ റബ്ബ് നാം പറഞ്ഞതും കേട്ടതും നല്ലൊരു അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് നല്ലൊരു ജീവിതം നിങ്ങൾ കാഴ്ചവെക്കുകയും നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഞാൻ മുതഅല്ലിമീങ്ങളെ കൊണ്ടും എല്ലാ പാവപ്പെട്ട കുട്ടികൾ, എൻ്റെ അരികിൽ ഒരുപാട് മക്കൾ പഠിക്കുന്നുണ്ട്. ഉമ്മമാരെ, പാവപ്പെട്ട ഒരുപടി കുട്ടികളെ നാവ് കൊണ്ട് ഞാൻ വളർത്തുന്നുണ്ട്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, നിങ്ങളൊക്കെ കേട്ട് കാണും, നീലഗിരി ജില്ലയിൽ ഗൂഡല്ലൂർ പ്രദേശത്ത് പാടന്തറ മർക്കസ് എന്ന ഒരു ചെറിയ സ്ഥാപനം. പക്ഷെ ഒരുപാട് കുട്ടികൾ അവിടെ വളരുന്നുണ്ട്. പട്ടിണി നാടാണ്. പട്ടിണി കിടക്കുന്ന പാവങ്ങള് ഒന്നുകൊണ്ടും അർഹതപ്പെട്ട കുട്ടികളെ ദത്തെടുത്തുകൊണ്ട് ആ പാവങ്ങളെ ഉന്നത പദവിയിൽ മതപരമായും ഭൗതികരമായും പഠിപ്പിച്ച് ഒരു സമൂഹത്തിന് ഉപകരിക്കുന്ന കുട്ടിയായി വളർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടെ ഒരുപാട് മക്കളെ ദത്തെടുത്ത് വളർത്തുന്നു. വരുമാനമായി ഒന്നുമില്ല. ഇൻഷാ അല്ലാഹ് മക്കളെ കൊണ്ടൊക്കെ ഞാൻ ദുആ ചെയ്യിപ്പിക്കും. എൻ്റെ ഉമ്മപെങ്ങന്മാർ, ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വീട്ടുകളിൽ മറ്റും വിഷമം വരുമ്പോ, അതല്ലെങ്കിൽ അല്ലാത്ത സമയത്തും അള്ളാഹു നിങ്ങളുടെ കയ്യിൽ വല്ലതും നൽകിയാൽ ആ പാവങ്ങൾക്കൊരു ചാക്കരിയെങ്കിലും നിങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾ ഞങ്ങൾ അറിയിച്ചാൽ, അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ അറിയിച്ചാൽ, ഒരു 10 പൈസ വെറുതെയാവുകയില്ല, വെറുതെ പോവുകയില്ല. ഒരുപാട് അർഹതപ്പെട്ട മക്കള് ഗൂഡല്ലൂരിലെ അവസ്ഥകൾ ഞാൻ പറഞ്ഞാൽ മനസ്സ് പൊട്ടിപ്പോകും. അത്രയും നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുന്ന രാജ്യത്ത് പാവപ്പെട്ട മക്കളെ ദത്തെടുത്തുകൊണ്ട് അർഹതപ്പെട്ട അനാഥകളെയും അഗതികളെയും ദത്തെടുത്ത് വളർത്തുന്ന ആ വലിയ മഹത്തായ കുട്ടികൾ ധാരാളം പഠിക്കുന്ന ചെറിയ സ്ഥാപനം കാര്യമായി ബിൽഡിങ്ങുകളും മറ്റുമൊന്നുമില്ല. പക്ഷേ ഒരുപടി മക്കൾ അവിടെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ സഹായിക്കണം. നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ആ കുട്ടികളെ കൊണ്ട് ഞാൻ ദുആ ചെയ്യിപ്പിക്കും. ഞാൻ എല്ലാ സദസ്സുകൾ വെച്ചുകൊണ്ടും ഒരുപാട് ആളുകൾ ഖത്തറിലും അതുപോലെ തന്നെ സൗദിയിലും മറ്റുമൊക്കെയുള്ള നിരവധി ആളുകൾ എന്ന് വേണ്ട ഗൾഫ് നാടുകൾ പല ഭാഗത്തുമുള്ള മുഅ്മിനീങ്ങൾ ധാരാളം ആളുകൾ അറിഞ്ഞുകൊണ്ടും മറ്റുള്ളവരിൽ നിന്ന് അറിഞ്ഞിട്ടും കഴിവിന്റെ പരമാവധി നല്ല നല്ല സംഭാവനകൾ ഒരു ദിവസവും 5 ദിവസം 10 ദിവസമൊക്കെ ഭക്ഷണം കൊടുക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം കൊടുക്കുമാറാവട്ടെ. ഒരു വഅദിന്റെ സദസ്സുകളിലും അതുപോലെ തന്നെ സ്വലാത്തിന്റെ ഹൽക്കകളിലും എല്ലാ വെള്ളിയാഴ്ച രാവിലും ആ കുട്ടികളെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യിപ്പിക്കുമെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. മലിക്കുൽ മുലൂക്കായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വാലിഹായ അമലാക്കണേ റഹ്മാനേ, നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. മരണം വരെ ഈ സന്തോഷത്തോടുകൂടെയുള്ള ദമ്പതികളായി ജീവിക്കാനുള്ള അവസരം നീ ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് നൽകണേ റഹ്മാനേ. നീ പൊരുത്തപ്പെട്ട
അടിമകൾ ഞങ്ങളെ പെടുത്തണേ അല്ലാ. ഞങ്ങൾക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മുഖത്തടിക്കുന്ന മക്കളെ നൽകല്ല അല്ലാ. ഞങ്ങളുടെ ചവിട്ടത്തടിക്കുന്ന, ഞങ്ങളുടെ നെഞ്ചത്ത് ചവിട്ടുന്ന മക്കളെ നൽകല്ല റഹ്മാനെ. പടച്ചവരെ, ഞങ്ങളുടെ മക്കളെ ഒരു ചരട് പോലുമില്ലാതെ കുടിക്കുന്ന മക്കളിൽ പെടുത്തല്ല അല്ലാ. ഞങ്ങളുടെ മക്കൾ 5 വഖത്ത് നിസ്കരിച്ച് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളെ കണ്ട് പുഞ്ചിരിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. പാവങ്ങളെ സഹായിക്കുന്ന ഗൾഫ് നാടുകളിലും സ്വദേശത്തുമായി ഒരുപാട് ആളുകളുണ്ട്. പടച്ചവരെ, അവരുടെ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും കൊടുക്കണേ അല്ലാ. ഗൾഫ് ജീവിതത്തിൽ സന്തോഷം കൊടുക്കണേ റഹ്മാനെ. ബിസിനസ്സുകളും കച്ചവടങ്ങളിലും റാഹത്ത് കൊടുക്കണേ അല്ലാ. ബിഹബീബിക്കൽ മുസ്തഫ മുഹമ്മദിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിസ്സഹാബത്തി കുല്ലിഹിം അജ്മഈൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.